എൻ്റെ 12ാമത്തെ വയസ്സിൽ 11 വയസ്സ് കഴിഞ്ഞ് 12ാമത്തെ വയസ്സിലോട്ട് കയറിയതിന് മുമ്പേ ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു തുടങ്ങി. അന്ന് രക്ഷിക്കപ്പെട്ടു, അന്ന് സ്നാനപ്പെട്ടു. ഇന്ന് 76 കഴിഞ്ഞ് 77 നടക്കുക. ഈ കഴിഞ്ഞ 65 വർഷം കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഈ 65 വർഷം കൊണ്ട് വേദപുസ്തകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഗൗരവമായി പഠിച്ചു. മനുഷ്യന് പഠിപ്പിക്കാൻ കഴിയുന്നതിലുപരി ദൈവമായി പറഞ്ഞു തന്നു, ദൈവമായി പഠിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നും വളരുവാൻ, പുതിയ വെളിപ്പാടുകളിലേക്ക്, പുതിയ ദർശനങ്ങളിലേക്ക് കയറുവാൻ, അതങ്ങനെ തന്നെയോ എന്ന് തിരുവചനത്തിൽ നിന്ന് ശോധന ചെയ്യുവാൻ ഒക്കെ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു തോന്നൽ ഞാൻ ഒരിക്കലും പരസ്യമാക്കത്തില്ല. പകരം അത് തിരുവചനത്തിൽ അങ്ങനെയാണോ എന്ന് ശോധന ചെയ്യുകയും, തിരുവചനത്തിൽ അതിന് രേഖകൾ ഉണ്ടെങ്കിൽ, തെളിവുകളെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല, രേഖകൾ സൂചനകളെങ്കിലും ഉണ്ടെങ്കിൽ, വേറെ എവിടെ നിന്നെങ്കിലും അതിൻ്റെ തെളിവുകൾ കിട്ടുമെങ്കിൽ അത് അവതരിപ്പിക്കുകയും, തിരുവചനത്തിൽ യാതൊരു രേഖയും ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെ മാറ്റിവെക്കുകയുമാണ് എൻ്റെ പതിവ്. എന്നെ കർത്താവ് കാണിച്ചതിനനുസരിച്ച് സ്വർഗത്തിൽ ലക്ഷോപിലക്ഷം സ്ഥാനങ്ങളുണ്ട്. ഉയർന്നതും താഴ്ന്നതുമായ ലക്ഷോപിലക്ഷം സ്ഥാനങ്ങളുണ്ട്. യേശുവിൻ്റെ സ്വന്തം വാഗൊണ്ട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടണം. അല്ലെങ്കിൽ യേശുവിൻ്റെ വാഗൊണ്ട് പറഞ്ഞു, ഈ മണ്ണിൽ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലമുണ്ടാകും. രണ്ടുപേരുടെ പ്രവൃത്തി ഒരുപോലല്ല എന്ന് മറക്കരുത്. രണ്ടുപേരുടെ പ്രവൃത്തി ഒരുപോലല്ല. ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം ഇച്ഛിക്കുന്നതും ദൈവം അധികം ഇച്ഛിക്കുന്നതുമായ പ്രവൃത്തികൾ ദൈവത്തിനു വേണ്ടി അധികം ചെയ്യുവാൻ കഴിയുന്നവർ ദൈവസന്നിധിയിൽ 1ാം സ്ഥാനത്തെത്തുമ്പോൾ, അത്രയും ചെയ്യാത്തവർ ഒടുവിലത്തെ സ്ഥാനത്തേക്ക് മാറും. നാം ചെയ്യുന്നത് ദൈവത്തിന് സ്വീകാര്യമാണോ, ദൈവം അംഗീകരിക്കുമോ എന്ന് ആദ്യം നോക്കണം. ഞാനൊരു കൊച്ചു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കാം. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന, ഞാനൊരു 10-25 വർഷം ജോലി ചെയ്തതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ തന്നെ 18 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ശാസ്ത്രീയ സ്ഥാപനത്തിൽ, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 5 കൊല്ലത്തോളം ജോലി ചെയ്തു. എല്ലാം കൂടി ഒരു 25 വർഷം ഞാൻ ഗവൺമെൻറ് സർവീസ് ചെയ്തതാണ്. പല സർവീസുകളിലായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ചെയ്തതാണ്. അതിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്, ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി, ഒരു PhD കാരൻ. സ്വന്തം കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ഡോക്ടർ ഗുണശേഖരൻ, സ്വന്തം കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം അവാർഡ് വാങ്ങിച്ച ഡോക്ടർ MK ഗുണശേഖരൻ. തെക്കേ ഇന്ത്യയിൽ അധികം അറിയപ്പെടുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പുതിയ ശാസ്ത്രീയ വിഭാഗങ്ങളുടെ HOD-ആയി സേവനമനുഷ്ഠിച്ച MK ഗുണശേഖരൻ. അദ്ദേഹം എൻ്റെ കൂടെ ജോലി ചെയ്ത തൻ്റെ ചെറുപ്പത്തിൽ 35 വയസ്സുവരെ ഗുണശേഖരൻ അവിവാഹിതനായിരുന്നു. ഒരു പെൺകുട്ടിയെ പോയി കാണാനോ ഒരു വിവാഹ നിശ്ചയം നടത്താനോ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹം ലബോറട്ടറിയുമായി മാത്രം കഴിഞ്ഞ ആളാണ്. ആഹാരം കഴിക്കാൻ ഒരിക്കലും സമയത്തിന് പോകത്തില്ല. എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് മിച്ചം വന്ന ആഹാരം ഉണ്ടെങ്കിൽ കഴിച്ച്, ഇല്ലെങ്കിൽ വീട്ടിൽ വന്നൊരു മുട്ട പുഴുങ്ങി തിന്ന് കഴിഞ്ഞിരുന്ന മനുഷ്യനാണ് ഡോക്ടർ MK ഗുണശേഖരൻ. ഒരു ബ്രാഹ്മണന്. ഗുണശേഖരനെ ഒരിക്കൽ ഒരാഹാരത്തിന് വേണ്ടി വീട്ടിൽ വിളിക്കുകയെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുടുംബമായി താമസിക്കുന്നു, നല്ല ആഹാരം സമയത്തിന് എനിക്കുണ്ട്. പക്ഷെങ്കിൽ ഗുണശേഖരൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാളും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള മനുഷ്യനുമാണ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ അറിവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് സഹായിച്ചിട്ടുണ്ട്. ഗുണശേഖരനോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഗുണശേഖര, ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഉച്ചയ്ക്ക് നിങ്ങൾ എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വീട്ടിൽ വരണം. അദ്ദേഹം തുറന്നു പറഞ്ഞു, വരത്തില്ല, എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും. ഞാൻ മൂത്തത് പ്രായത്തിൽ, നിന്നെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം ഗുണശേഖരൻ വരുന്ന ദിവസം ഫിക്സ് ചെയ്തു. എന്താഹാരമാണ് ഗുണശേഖരൻ ഇഷ്ടം എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചുമില്ല. അതെൻ്റെ കഷ്ടകാലം. ഗുണശേഖരൻ്റെ കൂടെ മുഴു സമയം നടക്കുന്ന 2 പ്യൂണന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പെട്ടി അടുക്കാനും അദ്ദേഹത്തിൻ്റെ ഷൂ പോളിഷ് ചെയ്യാനും അദ്ദേഹത്തെ ഹോട്ടലിൽ കൊണ്ടുപോകാനും ഡ്രൈവ് ചെയ്യാനും എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന 2 പേരുണ്ട്. ഈ 2 പുള്ളികളെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഗുണശേഖരൻ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്തോ അത് ഒരുക്കാൻ വേണ്ടിയാണ്. ഏതായാലും ഒരിക്കലേ വീട്ടിൽ വരുന്നുള്ളൂ, അത് ചൊവ്വേ കൊടുക്കണം.
അവർ പറഞ്ഞു ചിക്കനാണ് അല്ലെങ്കിൽ കോഴിയിറച്ചിയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. അത് എങ്ങനെ ഉണ്ടാക്കിയാലും ചിക്കനാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. എൻ്റെ ഭാര്യ പല തരത്തിൽ കോഴിക്കറി ഉണ്ടാക്കി, ഒരുപാട് ഇനത്തിൽ കോഴിയെ വേവിച്ചു, നന്നായി ചെയ്തു. ഉച്ചയ്ക്ക് ഗുണശേഖരൻ പറഞ്ഞിരുന്ന ദിവസം എൻ്റെ വീട്ടിൽ ആഹാരത്തിന് വന്നു. ഭക്ഷണം വിളമ്പി വെച്ചപ്പോൾ ഗുണശേഖരൻ പറഞ്ഞു, വർഗീസേ, ഞാനൊരു ബ്രാഹ്മണനാണ്, ഇറച്ചിയുടെ മണമുള്ള ടേബിളിലിരുന്ന് കഴിക്കാൻ പ്രയാസമാണ്, എനിക്ക് വേറെ ഒരു ടേബിൾ തരുമോ? എൻ്റെ ഭാര്യ ആകെ വിഷമിച്ചു. ഉണ്ടാക്കിയത് മുഴുവനും കോഴി ഇറച്ചിയാണ്. ഇനി ഉള്ള പച്ചക്കറിയും കൂട്ടി വിളിച്ചതിനും വേണ്ടി ചോറ് കൊടുത്തു വിടാൻ അദ്ദേഹത്തെ വേറെ ഒരു മേശയുടെ അരികിൽ ഇരുത്തി. അദ്ദേഹത്തിന് അവിടെ ചോറ് വിളമ്പാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേരളീയർ കഴിക്കുന്ന ചുമന്ന അരി ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല, ഞാൻ പച്ചരിയുടെ ചോറാവുന്നത്. കഴിഞ്ഞു. ഗുണശേഖരന് ഇഷ്ടമുള്ളത് ഒന്നുമില്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കാൻ കഴിയാതെ ഞങ്ങളൊടുവിൽ ഹോട്ടലിൽ കൊണ്ടുപോയി. ഗുണശേഖരന് ഇഷ്ടമുള്ളത് എന്തെന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് മണ്ടത്തരം പറ്റുകയില്ലായിരുന്നു. ഞാൻ ചോദിക്കാൻ പോയത് കണ്ട പ്യൂണിനോടാണ്. എൻ്റെ അനുഭവത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച ഒന്നാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തെന്ന് ദൈവത്തോട് ചോദിക്കണം, പ്യൂണന്മാരോട് ചോദിച്ചാൽ ശരിയായില്ല. നിങ്ങൾക്ക് ഈ ആശയം കിട്ടുന്നുണ്ടോ? ഗുണശേഖരനോട് ഞാൻ പറഞ്ഞു, ഗുണശേഖര, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിടാ, നിൻ്റെ പ്യൂണന്മാരാണ് പറ്റിച്ചത്. അദ്ദേഹം പറഞ്ഞു, അവന്മാർക്ക് ഇഷ്ടം ഇതാ, അതുകൊണ്ട് വെച്ചിടത്തോളം കോഴി അവന്മാർക്ക് കൂടെ അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ്. എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് അവർക്കൊരിക്കലും അത് കഴിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് ഇന്ന് അവർക്ക് ഇരിക്കട്ടെ. ലോകത്തിൽ നമ്മെ ദൈവത്തിന് ഇഷ്ടമുള്ളത് ഇന്നത് എന്ന് പലരും പറഞ്ഞ് കളിപ്പിക്കുമ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു പോകാതിരിപ്പാൻ, ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. മറ്റാരോടെങ്കിലും അഭിപ്രായം ചോദിക്കാതെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് ഉയരുവാൻ, കർത്താവേ, ഞാൻ നിത്യതയിൽ വരുമ്പോൾ എനിക്കൊരു നല്ല പ്രതിഫലം ലഭിക്കുവാൻ, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ലെന്ന് വരുവാൻ, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് അങ്ങയെ ആരാധിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, അങ്ങയെ പ്രസാദിപ്പിപ്പാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ഓരോ വർഷം കഴിയും തോറും ദൈവ ഇഷ്ടത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കർത്താവ് എന്നെ നടത്തുകയും ചെയ്തു. നമ്മളെ ആദ്യം മുതൽ പണിത് ഉയർത്തുന്ന പല പാഠങ്ങൾ ബൈബിളിലുണ്ട്. അതിലെ ഒരു പാഠമാണ് മനുഷ്യന് സംഭവിച്ച 3 വീഴ്ചകൾ. മനുഷ്യകുലത്തിന് സംഭവിച്ച 3 വീഴ്ചകൾ, ആ വീഴ്ചകളുടെ പ്രത്യാഘാതങ്ങൾ, അതിൽ നിന്ന് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ്. ഇത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണെങ്കിലും ചിന്തിച്ചതിനേക്കാളും ഇതുവരെ കണ്ടതിനേക്കാളും ആഴമുള്ളതാകയാൽ ആ പടിയിലൊന്ന് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം സമയം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചിട്ടുണ്ട്. ഒരു ശകലം പോലും അതിശയോക്തി ഇല്ലാതെ ഇന്ന് 65 വർഷം കർത്താവിൻ്റെ വേല ചെയ്തതിൻ്റെ ഇടയിൽ ഒരു 30 വർഷത്തിൽ കുറയാതെ, ശ്രദ്ധിക്കുക, 30 വർഷത്തിൽ കുറയാതെ ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം കഴിച്ച് 2 നേരം ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഇതിൻ്റെ എല്ലാം കൂടെ ആകത്തുക ദൈവത്തിന് തിരിഹിതമായി അടിയനെ ഏൽപ്പിച്ചത് ഈ അവസാന കാലുകളിൽ 77-ാമത്തെ വയസ്സിലാണ്. ഇനി എത്ര നാളോടുണ്ടെന്ന് അറിയത്തില്ല, എത്ര ഓടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒക്കുന്ന കൃപയിൽ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ കയ്യെ പിടിച്ചില്ലേ വേച്ചു പോകും, ആ ഒരു സ്ഥിതിയിലായി. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നും കൊണ്ട് എന്ന് നിങ്ങളോടൊപ്പം ആരാധിച്ചത്. എനിക്കുള്ള ആയുസ്, ഉള്ള ആരോഗ്യം കർത്താവ് എന്നെ ഏൽപ്പിച്ചത് മറ്റുള്ളവരോട് പറയുവാൻ താല്പര്യപ്പെടുന്നു. നാളെ ഉച്ചയ്ക്ക് അടുത്തൊരു സമയത്ത് രോഗികൾക്ക് വേണ്ടി വന്ന് പരസ്യമായി പ്രാർത്ഥിക്കും. അതിനകത്ത് ക്യാൻസർ രോഗികൾക്ക് മുൻഗണന കാണും. എവിടെയെങ്കിലും ഡെങ്കു രോഗികൾ ഉണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ഡെങ്കു രോഗം ബാധിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ പ്രിയപ്പെട്ടവർ ആരാധനയ്ക്ക് വരുന്നെങ്കിൽ ഒരു കർച്ചീഫെങ്കിലും കൊണ്ടുപോര്, ഞാൻ പ്രാർത്ഥിച്ചു തരാം, അവരുടെ ശരീരത്ത് കൊണ്ടിടാനാണ്. എനിക്കറിയാം കർത്താവ് സൗഖ്യമാക്കും. ഡെങ്കുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക അധികാരം ദൈവം എന്നെ ഏൽപ്പിച്ചു. കുറേ വർഷങ്ങളായി അന്നു മുതൽ ഞാനത് ചെയ്യാറുണ്ട്. നമുക്കിന്ന് ആരംഭത്തിലെ ക്ലാസ്സിലേക്ക് കയറാം. ഞാൻ അധികം വേദപുസ്തക ഭാഗങ്ങൾ വായിക്കത്തില്ല, പകരം പല റെഫറൻസുകളും പറയും. നാളെ വരുമ്പം കുറച്ചുകൂടെ ഗൗരവമായി ഞാൻ റെഫറൻസ് വരും. കാര്യം ഞാൻ ഇന്നൊന്നും എഴുതിയെടുത്തിട്ടുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കറിയാവുന്ന ബേസിക്കായ പല കാര്യങ്ങളാണ് അടുക്കിലും ചിട്ടയിലും പറഞ്ഞു കളരുക. ആദ്യമേ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം, ഒരു 15 മിനിറ്റ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥത ദൈവത്തിനാണ് എന്ന് തെളിയിക്കേണ്ടതിന് പ്രപഞ്ച സൃഷ്ടിയിലേക്ക് പോകാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ പല പ്രാവശ്യം പല ഇടങ്ങളിൽ വീഡിയോ കാണിച്ച് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് കാണിച്ച് ഈ ക്ലാസ് എടുത്തിട്ടുണ്ട്. കരിസ്മയിലും മറ്റും അത് എടുത്തതുണ്ട്, അവിടെ കേട്ടവർ ഇതിനകത്തുണ്ട്. ഞാൻ അതിന് ആരംഭം മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടരുകയാണ്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. എന്ന പ്രയോഗം നിങ്ങളൊന്ന് എണ്ണിക്കോണം. എന്ന പ്രയോഗം എണ്ണിക്കോണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. 4 പ്രാവശ്യം എന്ന പ്രയോഗം മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇത് വായിച്ചാൽ ഇച്ചിരിയും കൂടെ വ്യത്യസ്തമാണ്. അവിടെ 6 പ്രാവശ്യം എന്ന പ്രയോഗമുണ്ട്. എന്ന പ്രയോഗം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആൻഡ് എന്ന. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദി എർത്ത്. ആൻഡ് ദ എർത്ത് വാസ് വിതൗട്ട് ഫോം ആൻഡ് വോയിഡ്. ആൻഡ് God said, let there be light. And the darkness was upon the surface of the water. And God said, let there be light. And there was light. 6 പ്രാവശ്യം. ഞാൻ ഒരിക്കലൊരു നിരൂപണ ലേഖനം വായിക്കുമ്പോൾ, നിരൂപകന്മാർ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് എണ്ണമുണ്ട്. ഇത് നിങ്ങൾ ഈ മഞ്ഞപ്പത്രത്തിൽ എഴുതുന്ന വികൃതികളാണ്. ശരി, നിരൂപണം ഇവരുടെ ഒന്നും കയ്യിലില്ല. കണ്ടവൻ്റെ മുഖത്ത് ചള്ള വാരി എറിയുക, ഇത് കവിഞ്ഞവർക്കൊരു ലക്ഷ്യമില്ല. അതുകൊണ്ട് കിട്ടുന്ന കുറച്ച് കാശ് കൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച് ചോറുണ്ണുക, ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ നിരൂപകന്മാരുടെ കടമ. അത് കവിഞ്ഞ് ഒന്നുമില്ല, വൃത്തികെട്ടവന്മാരാ. എന്നാൽ ന്യായമായി നിരൂപിക്കുന്ന നിരൂപകന്മാരുണ്ട്. ഒരിക്കൽ ഒരു നിരൂപകൻ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി: ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരേ വാക്ക് കൂടെ ആവർത്തിക്കുന്നെങ്കിൽ അത് വൃത്തികേടാണ്. അതെല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരൊറ്റ വാക്ക് കൂടെ ആവർത്തിക്കുന്നെങ്കിൽ അത് വൃത്തികേടാ. ആ പ്രസംഗം പോയി, ആ എഴുത്തു പോയി. ബൈബിളിൽ 6 പ്രാവശ്യമാണ് ആൻഡ് എന്ന പദം 2 വാക്യത്തിൽ കിടക്കുന്നത്. 2 വാക്യത്തിൽ ഈ ആൻഡ് ഒന്ന് വെട്ടിത്തിരുത്തി ഇതൊന്ന് കളഞ്ഞു വെച്ച് ചൊവ്വ എഴുതാൻ വിദ്യാഭ്യാസമുള്ള ഒരുത്തനും ക്രിസ്ത്യാനിക്കില്ലേ? അന്ന് ആദ്യമായിട്ടാണ് എനിക്കും മനസ്സിലാകുന്നത്, ശരിയായി ഞാൻ 6 പ്രാവശ്യം ഇവിടെ ആൻഡ് കിടപ്പുണ്ട്. അത് വൃത്തികേടാന്ന് എനിക്കും അറിയാം. അന്ന് ആദ്യമായി ചിന്തിക്കുന്നത് ഇതെന്തുകൊണ്ട് ഇത് വെട്ടിത്തിരുത്താൻ? അങ്ങനെ അങ്ങ് തിരുത്താവുന്നതല്ല ബൈബിൾ. എന്തുകൊണ്ട് ഇത് വന്നു? പലരുടെ കമൻട്രിയും പല കാര്യങ്ങളും അന്വേഷിച്ച് ചെന്നപ്പോൾ ഡേറ്റ്സ് ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു ബൈബിൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഒരുമാതിരി വേദപുസ്തകത്തിൽ പരിജ്ഞാനമുള്ളവർ ഉപയോഗിക്കുന്ന ഒരു വേദപുസ്തകമാണ് ഡേറ്റ്സ് ബൈബിൾ. ഡേറ്റ്സ് എന്ന് പറയുന്നയാൾ ഇതിന് കമൻട്രികൾ എഴുതിയിട്ടുണ്ട്. ആഴമായ ഭയങ്കര ജ്ഞാനമായിരുന്നു ഡേറ്റ്സിന്, ഭയങ്കര പരിജ്ഞാനമായിരുന്നു ഡേറ്റ്സിന്. ഡേറ്റ്സ് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ ഒറ്റ ഇരിപ്പിലിരുന്ന് പറയുമായിരുന്നു. പറയുന്നത് കാണാതെ 5 പുസ്തകങ്ങൾ അങ്ങ് പറയുമായിരുന്നു. അദ്ദേഹം വായന തുടങ്ങിയാൽ ഇരുന്നങ്ങ് വായിക്കും, കാണാതെ പഠിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കമൻട്രി ഉണ്ട്. ഡേറ്റ്സിൻ്റെ കമൻറ്റിലൂടെ ഒരിക്കൽ പോകുമ്പോൾ ഡേറ്റ്സ് ഇങ്ങനെ എഴുതി: എഴുതപ്പെട്ട ഭാഷയിൽ, വേദപുസ്തകം എഴുതിയത് എബ്രായയിലാണ്, എന്നാൽ അതിൻ്റെ പല ഭാഗങ്ങളും എബ്രായയുടെ തന്നെ മറ്റ് ഡയലക്ട്സിൽ ഉണ്ട്. അതായത് എബ്രായയുടെ തന്നെ ഉപഭാഷകളിൽ പലതിലും വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും എഴുതിയിട്ടുണ്ട്. അവിടെയൊക്കെ വായിച്ചാൽ സൃഷ്ടിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ എഴുതിയത് അവിടുന്ന് തർജ്ജമ ചെയ്ത് എഡിറ്റ് ചെയ്താണ് നമ്മുടെ വന്നത്. യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നിടത്ത് പോയാൽ ആൻഡ് എന്ന പദത്തിന് തുല്യമായ പ്രയോഗം 142 പ്രാവശ്യമാണ്. 142 പ്രാവശ്യം. ഇത് വെട്ടിച്ചുരുക്കി എബ്രായയിലും പിന്നെ അവിടുന്ന് വെട്ടിച്ചുരുക്കി ഇംഗ്ലീഷിലും ഒക്കെ കൊണ്ടെന്നാണ് ഈ 6 കൊണ്ട് നിർത്തിയത്. എന്തുകൊണ്ട് 142 പ്രാവശ്യം ആൻഡ് എന്ന പ്രയോഗം? നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തെ വാക്യം നമ്മൾ തുടങ്ങുക. അദ്ദേഹം പറയുന്നത് സൃഷ്ടി നടന്നത് 143 പ്രാവശ്യമായിട്ടാണ്. സൃഷ്ടിച്ചത് മുഴുവനും കൂടെ ഒറ്റയടി ദൈവം അങ്ങോട്ട് സൃഷ്ടിക്കുകയായിരുന്നില്ല. 143 പ്രാവശ്യമായിട്ടാണ് സൃഷ്ടി നടന്നത്. ഇതിൽ 2 ഘടകങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ആൻഡ് എന്ന വാക്ക്. 2 ഭാഗങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ. എൻ്റെ ഉടുപ്പ് തയ്ച്ചയാൾ കൈ ഒരു പ്രാവശ്യം തയ്ച്ചു, കോളർ ഒരു പ്രാവശ്യം തയ്ച്ചു, വേറൊന്ന് പിന്നൊരു പ്രാവശ്യം തയ്ച്ചു. ഇവയെ തമ്മിൽ യോജിപ്പിച്ചു. ഒറ്റ വെട്ടിന് ഉടുപ്പ് മുഴുവനും കൂടെ തീരുകയായിരുന്നില്ല, പലതായി തയ്ച്ച് ഒരുമിച്ച് യോജിക്കുകയായിരുന്നു. ഇതുപോലെ
പ്രപഞ്ച സൃഷ്ടി നടന്നത് 143 ഭാഗങ്ങളായിട്ടാണ്. അതൊരു പുതിയ ആശയം. അതിനകത്തുനിന്ന് ബൈബിളിൽ തെളിവൊന്നും കിട്ടാനില്ല. ശാസ്ത്രത്തിൽ മാത്രമേ അതിന് തെളിവുണ്ടെങ്കിലുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രം തപ്പാൻ തീരുമാനിച്ചു. ശാസ്ത്രത്തിൽ തപ്പിയെടുക്കാനുള്ള പരിജ്ഞാനം കൃപയാൽ കർത്താവ് തന്നു. ശാസ്ത്രത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ ആകാശം സൃഷ്ടിച്ചിട്ട് ആദിയിൽ ദൈവം ആകാശം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ ഭൂമി അങ്ങനെയാണെങ്കിൽ, ശാസ്ത്രം നോക്കുമ്പോൾ ആകാശം സൃഷ്ടിച്ചിട്ട് 13.7 ബില്യൺ വർഷങ്ങളായി. 13.7 ബില്യൺ വർഷങ്ങളായി. നമ്മുടെ സൂര്യനൊക്കെ അത്രയും ജീവൻ ആയുസ്സുണ്ട്. ഭൂമിക്കാണെങ്കിൽ 4.45 ബില്യൺ വർഷമേ ഉള്ളൂ. ഒരു വീട്ടിലെ മൂത്ത മോന് 20 വയസ്സും ഇളയ മോന് 10 വയസ്സും ഇടയ്ക്ക് 10 വർഷത്തെ ഗ്യാപ്പ് വന്നതുപോലെ ആകാശത്തിനും ഭൂമിക്കും തമ്മിലുള്ള പ്രായ വ്യത്യാസം 9.2 ബില്യൺ വർഷമാണ്. 10 ലക്ഷത്തെയാണ് ഒരു മില്യൺ എന്ന് വിളിക്കുന്നത്. 10 ലക്ഷത്തെ ഒരു മില്യൺ എന്ന് വിളിക്കും. 1000 മില്യൺ ഒന്നിച്ച് ചേർന്നാലാണ് ഒരു ബില്യൺ ആകുന്നത്. അങ്ങനത്തെ 13.7 ബില്യൺ വർഷം പഴക്കമുണ്ട് ആകാശത്തിന്. ഭൂമിക്ക് 4.45 ബില്യൺ വർഷം പഴക്കമേ ഉള്ളൂ. എങ്കിൽ ഒന്നാമത്തെ ആൻഡ്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദി എർത്ത്, ആ ഒന്നാമത്തെ ആൻഡിൻ്റെ കാലദൈർഘ്യം 9.2 ബില്യൺ വർഷങ്ങളാണ് ശാസ്ത്രപ്രകാരം. നിങ്ങൾക്കിത് മനസ്സിലായോ? ആകാശം ഉണ്ടായപ്പോഴല്ല ഭൂമി ഉണ്ടായത്. ഇത് രണ്ടു പ്രാവശ്യം ഉണ്ടായതാ. ഇതെന്നെ കളിയാ. വേദപുസ്തകത്തിൽ ഒരു സൂചന കിട്ടി, ഒരു ആൻഡ് കിട്ടി. ഇനിയും പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ദൃശ്യമായതും അദൃശ്യമായതും അവൻ സൃഷ്ടിച്ചു. ദൃശ്യമെന്ന് പറയുന്നത് ഈ ഭൂമിയും നക്ഷത്രങ്ങളും ഈ കാണാവുന്നതെല്ലാം കൂടെയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് കാണുന്നതല്ല, ആകാശത്ത് കാണാവുന്ന എല്ലാം കൂടെയാണ് ഒരുമിച്ച് ചേർന്നാണ് ദൃശ്യമായത്. അങ്ങനെയാണെങ്കിൽ അദൃശ്യമായതെന്ന് പറയുന്നത് എന്തുവാ? ആ നക്ഷത്രങ്ങളിൽ ദൈവം പാർപ്പിച്ചിരിക്കുന്ന ദൂതന്മാരെയാണ് അദൃശ്യ സൃഷ്ടികൾ എന്ന് പറയുന്നത്. അവരെ നമുക്ക് കാണത്തില്ല. ദൃശ്യവും അദൃശ്യവുമായത് ഒരുമിച്ചാണ് ആകാശം. ആദിയിൽ സൃഷ്ടിച്ച ആകാശത്തിൽ ദൃശ്യവും അദൃശ്യവുമുണ്ട്. അദൃശ്യമായവരെക്കുറിച്ച് വാഴ്ചകളും അധികാരങ്ങളും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഈ വാഴ്ചകളും അധികാരങ്ങളും എന്നതിന് സുറിയാനി ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പദം കേട്ടിട്ടുണ്ടോ? അക്കോശന്മാർ, ഗുൽത്താന്മാർ, മൊറോവാസന്മാർ, ഇതെല്ലാം ദൂതന്മാരുടെ പേരുകളാണ്. വാഴ്ചകളെന്നും അധികാരങ്ങളെന്നും നമുക്ക് തർജ്ജമ ചെയ്ത് കിട്ടിയത്. കാര്യം നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളത് മൊത്തം ഇതിനകത്തുണ്ട്. കൂടുതൽ പഠിക്കേണ്ടവർക്കുള്ളതാണ് മറ്റേത്. പക്ഷേ ഇന്ന് കാര്യങ്ങളുടെ അകത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഇച്ചിരി കൂടുതൽ അറിയുന്നത് നല്ലതാണ്. ഈ ദൂതന്മാരെക്കുറിച്ച് അവരുടെ പേരും വംശവും വർഗവും ഒക്കെ ചേർത്താണ് സുറിയാനി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഗുൽത്താന്മാർ, അർക്കോശന്മാർ, മൊറോവാസന്മാർ മുതലായ ദൂതന്മാരെ സൃഷ്ടിച്ചു. ദൈവം ആദിയിൽ തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചു. ഞാൻ ആ പദത്തിനകത്ത് അധികം നിൽക്കുന്നില്ല. ഇന്ന് ഭൂമിയിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും ഉഗ്രഗണ്യൻ, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് മിഷിയ കാക്കു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. അദ്ദേഹത്തെക്കാൾ വലിയ ഒരാൾ കുറവാണ്. അദ്ദേഹം സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടികർത്താവിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ആരംഭത്തെങ്കിൽ ദൈവമില്ല എന്ന് തെളിയിക്കുവാൻ ആ മനുഷ്യനാവുന്നത് ശ്രമിച്ചതാണ്. ലക്ഷക്കണക്കിന് രൂപ ദൈവമില്ലെന്ന് തെളിയിക്കുവാൻ ശാസ്ത്രത്തിൻ്റെ തെളിവുകളും കൊണ്ട് അദ്ദേഹം വന്നു. പക്ഷേ തൻ്റെ തെളിവുകൾക്കകത്ത് ഉൾപ്പെടാത്ത എന്തോ ഒന്ന് ശാസ്ത്രത്തിനകം ഭൂപ്രപഞ്ചത്തിലുണ്ട് എന്ന് മിഷിയക്കായിക്ക് അറിവ് കിട്ടി. അദ്ദേഹം ഒരുപാട് ആഴത്തിലിറങ്ങി പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ നടത്തിയ പരീക്ഷണങ്ങളുടെ മിഷിയക്കാക്കു തന്നെയല്ല പരീക്ഷണം നടത്തിയത്. ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് 10,000-ഓളം ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ചിരുന്ന് ഭൂലോകത്തിൽ നടന്നിട്ടുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയൊരു പരീക്ഷണം 2012 നടത്തി. 2012 ഈയിടെയിലാണ് നടത്തി. ആ പരീക്ഷണത്തിൽ നിന്ന് അവർ സ്ഥിരീകരിച്ചു ഒരു ബിഗ് ബാങ് മുഖേനയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. അതിന് മുന്നമേ തന്നെ ഈ ആശയമുണ്ട്. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമെന്നാണ്. ഒരു ശബ്ദത്തിൽ നിന്നാണ് ഇത് വന്നത്. ഒരു സ്ഫോടക ശബ്ദമെന്നൊക്കെ നമ്മളിങ്ങനെ നാടൻ ഭാഷയിൽ പറയാറുണ്ട്. ആ ബിഗ് ബാങ് എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ ആഴത്തിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവസാനം അവർക്ക് മനസ്സിലായി 3 ശബ്ദങ്ങളുടെ സംയുക്തമാണ് ബിഗ് ബാങ്. 3 ശബ്ദങ്ങൾ.
അതിനെ അവർ സി ബോസൺ, ഡബ്ല്യു ബോസൺ, എക്സ് ബോസൺ എന്ന് വിളിക്കും. ഞാൻ ശാസ്ത്രം പഠിപ്പിക്കാൻ നിൽക്കുകയല്ല, ബൈബിളിലേക്ക് വെളിച്ചം വീശുക. സി ബോസൺ, ഡബ്ല്യു ബോസൺ, എക്സ് ബോസൺ എന്ന 3 ബോസണുകൾ, 3 ശബ്ദം ഒരുമിച്ച് ചേർന്നതാണ് ബിഗ് ബാങ്. ഇനി അതിനെക്കുറിച്ച് മിഷ്യാക്കാക്കു പറയുന്ന പദം കേൾക്കണോ? ഈ 3 ശബ്ദങ്ങൾ 3 ജനറേഷനുകളിൽ, തലമുറകളിൽ നിന്നുള്ളതാണ്. അയ്യോ, അതല്ലേ ബൈബിളിൽ പറയുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് ഉളവാകട്ടെ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. 3 ശബ്ദങ്ങൾ, 3 ജനറേഷനിൽ പെടുന്ന 3 ബോസനുകൾ, 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ബിഗ് ബാങ്. അടുത്ത ചോദ്യം, ഈ 3 ശബ്ദങ്ങൾ 3 ദിശകളിൽ പോകാതെ ഈ 3നെയും കൂടെ യോജിപ്പിച്ചതാരാ? ശബ്ദം ഉണ്ടായാൽ ശാസ്ത്രത്തിലോട്ട് ഇറങ്ങിയാൽ ഒത്തിരി ഉണ്ട്. നമ്മുടെ ഈ വിവരം കെട്ടവർ പറയുന്നത് കേൾക്കരുത്. ഈ ശാസ്ത്രത്തിലോട്ട് ഇറങ്ങിയാൽ ഒരുപാടുണ്ട്. 3 ശബ്ദങ്ങൾ ഉണ്ടായെങ്കിൽ അത് 3 ദിശകളിലേക്ക് പോകാതെ ഇതിനെ ഒരുമിപ്പിച്ചതാര്? മറുപടി, നടുവിലത്തെ ശബ്ദമാണ് ഇവയെ ഒരുമിപ്പിച്ചത്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തുവിന് വേണ്ടിയും അവനാലും ഇത് സൃഷ്ടിക്കപ്പെട്ടു. ഇതിൽ നടുവിലത്തെ ശബ്ദം പുത്രനാ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതിൽ പുത്രൻ ഈ ശബ്ദങ്ങളെ ഒരുമിച്ച് യോജിപ്പിച്ചു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഇതാണ്: അവനാലും അവന് വേണ്ടിയും സകലതും നിർമ്മിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനാം ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്തിൻ്റെയും ശബ്ദത്താൽ ആദിയിൽ ആകാശം രൂപീകരിക്കപ്പെട്ടു. കോടാനു 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 കോടി നക്ഷത്ര മണ്ഡലങ്ങൾ, അതിനകത്ത് കറങ്ങുന്ന നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗോളങ്ങൾ, ഇവ മുഴുവനും തൻ്റെ ശബ്ദത്താൽ ഉളവായി വന്നു. നമ്മുടെ ദൈവം വലിയവനാണ്. ഇതിനകത്ത് മുഴുവനും പാർക്കുവാൻ യെശയ്യാവിൻ്റെ പുസ്തകം 45-ാമത്തെ അധ്യായം പറഞ്ഞു, പാഴായിട്ടല്ല പാർപ്പിനായിട്ടാണ് അവൻ ആകാശത്തെ സൃഷ്ടിച്ചത്. ഈ പറയുന്ന പ്രപഞ്ചത്തെ, ആകാശത്തെ സൃഷ്ടിച്ചത് പാർപ്പിന് വേണ്ടിയാ, പാഴായിട്ടല്ല. ആകാശത്ത് ആരാടാ പാർക്കുന്നത്? അതാണ് ദൂതന്മാർ. ഈ ദൂതന്മാരെ ദൈവം നക്ഷത്രങ്ങളിൽ വിന്യസിച്ചു. അങ്ങനെ വേണം പറയാൻ, നക്ഷത്രങ്ങളിൽ വിന്യസിച്ചു. ഒരൊറ്റ നക്ഷത്രവും ശൂന്യമല്ല. ചുമ്മാ രാത്രിയിലൊന്നും മിന്നിക്കാണിക്കാനാണ് ഒരു നക്ഷത്രം ഉണ്ടാക്കിയതെങ്കിൽ ആ സൃഷ്ടി തന്നെ നഷ്ടമാണ്. അതിനൊരു മിന്നിങ് മതിയായിരുന്നു. ഈ സൃഷ്ടി തന്നെ നഷ്ടമാണ്. സൃഷ്ടിച്ചത് പ്രയോജനത്തിനാണ്. അതിനകത്ത് ദൂതന്മാരെ പാർപ്പിച്ചു. അവർക്കെല്ലാം ജോലിയുമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ദൂതന്മാരിൽ ചിലരെ ദൈവം സ്വർഗത്തിൽ പാർപ്പിച്ചു. സ്വർഗത്തിൻ്റെ വലിപ്പം എന്നാന്ന് എനിക്ക് കണക്ക് കൂട്ടാനൊന്നും ഒക്കത്തില്ല. ആർക്കും കണക്ക് കൂട്ടാനൊക്കത്തില്ല. കാര്യം സൃഷ്ടിയിലോട്ട് കടക്കുമ്പോൾ നമ്മുടെ കണക്കുകളൊന്നും അവിടെ വില പോകത്തില്ല. അതിനേക്കാൾ വലുതാണ്. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. നമ്മുടെ സൂര്യൻ നമ്മുടെ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുതാണ്. നമ്മുടെ സൂര്യൻ നമ്മുടെ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുതാണ്. അപ്പോൾ എന്നായിരിക്കും? സൂര്യൻ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലെ കുട്ടി നക്ഷത്രമാണ്. അങ്ങനെ തീരെ ചെറുതാണ്. സൂര്യനേക്കാൾ 25 മില്യൺ, 10 ലക്ഷത്തെയാണ് 1 മില്യൺ എന്ന് വിളിക്കുന്നത്. 25 മില്യൺ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം വരെ കണ്ടിട്ടുണ്ട്. സൂര്യൻ ഇതിനകത്ത് ഒരു കുട്ടി നക്ഷത്രമാണ്. എന്നാൽ ഇതുപോലെയുള്ള 30,000 കോടിക്കും 40,000 കോടിക്കും ഇടയിൽ നക്ഷത്രങ്ങൾ നമ്മുടെ നക്ഷത്രമണ്ഡലത്തിൽ കിടപ്പുണ്ട്. 30,000 കോടിക്കും 40,000 കോടിക്കും ഇടയിൽ നക്ഷത്രങ്ങൾ നമ്മുടെ നക്ഷത്രമണ്ഡലത്തിൽ കിടപ്പുണ്ട്. ഈ നക്ഷത്രമണ്ഡലത്തിൻ്റെ വലിപ്പം അപ്പോൾ എന്നായിരിക്കും നക്ഷത്രമണ്ഡലത്തിൻ്റെ വലിപ്പം? സൂര്യനും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചേർന്ന് ഈ ഗാലക്സിയുടെ നമ്മുടെ മിൽക്കി വേയുടെ വട്ടത്തിൽ കറങ്ങുക. അതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. അത് കറങ്ങുന്ന വേഗത അറിയാമോ? ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിലാണ് ഇവൻ കറങ്ങുന്നത്. ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിലാണ് ഇത് കറങ്ങുന്നത്. എന്നിട്ട് ഇവനെങ്ങനെ തെറിക്കുന്നില്ല. ഇതിനകത്ത് നിൽക്കുന്നതേ ഉള്ളൂ. കാര്യം ഇതിൻ്റെ സ്പീഡ് ഇതിനേക്കാളൊക്കെ വലുതാണ്. ഞാൻ പറഞ്ഞു, സൃഷ്ടിയിലോട്ട് കയറിയാൽ നമ്മളാരും എങ്ങും എത്തത്തില്ല. അവിടുത്തെ അളവുകൾ വ്യത്യസ്തമാണ്. ഇതുപോലെയുള്ള ഒരുപാട് നക്ഷത്രമണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്. ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ നിഗമനത്തിൽ ഇതുപോലുള്ള യൂണിവേഴ്സുകൾ ഒത്തിരി എണ്ണമുണ്ട്. യൂണിവേഴ്സ് എന്നുള്ള പ്രയോഗം അങ്ങ് മാറി. ഇപ്പം മൾട്ടിവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കാര്യം ഒരുപാട് യൂണിവേഴ്സസ് ഉണ്ട്.
ആ മുഴുവൻ യൂണിവേഴ്സും കറങ്ങുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രബിന്ദു വേണമല്ലോ. കാര്യം പ്രപഞ്ചത്തിൻ്റെ സംവിധാനക്രമം ഒന്നിൻ്റെ ചുറ്റും വേറൊന്ന് കറങ്ങുക, ഇതിനെല്ലാത്തിനെയും കൂടെ കറക്കുന്ന ഒരു കേന്ദ്രബിന്ദു വേണമല്ലോ. ഈ ബൈബിൾ അനുസരിച്ച് അതിനെയാണ് സ്വർഗമെന്ന് വിളിക്കുന്നത്. ഇത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങേരുടെ വലിപ്പം എന്നെ ആയിരിക്കുമെന്ന്. ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ കുട്ടി നക്ഷത്രമാണ്. അങ്ങേരേക്കാൾ വലിയ 3000 കോടിക്കും 4000 കോടിക്കും ഇടയിൽ നക്ഷത്രങ്ങളുള്ള നമ്മുടെ നക്ഷത്രമണ്ഡലം, അതുപോലുള്ള 1000 10,000 നക്ഷത്രമണ്ഡലങ്ങൾ ഒരുമിച്ച് ചേർന്ന പ്രപഞ്ചം സ്വർഗത്തെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു, സ്വർഗം ഭൂമിയെ അങ്ങോട്ട് ആകർഷിക്കുന്നു. വേദപുസ്തക പ്രകാരം ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ദൈവത്തിന് ഒരു സമാഗമ പർവ്വതമുണ്ട്. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ വടക്കിൻ്റെ അറ്റത്ത് ഈ സകല പ്രപഞ്ചം വടക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്യുക. അതാ വേറൊരു തമാശ. ഒരു സെക്കൻഡിൽ 550 കിലോമീറ്ററിലധികം വേഗതയിൽ, ഒരു സെക്കൻഡിൽ 550 കിലോമീറ്ററിലധികം വേഗതയിൽ ഈ പ്രപഞ്ചം വടക്കോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തെ ആകർഷിക്കുന്ന പുള്ളി ആരപ്പ? ബൈബിൾ ഭാഷയിൽ അതിനെ സ്വർഗമെന്ന് വിളിക്കും. ആ സ്വർഗത്തിൻ്റെ വലിപ്പം എന്നാ? ആര് കണക്ക് കൂട്ടാനാ? അതിനകത്ത് ലൂസിഫറിനെ ദൈവം താമസിപ്പിച്ചിരുന്നു. ഞാൻ അർത്ഥമുള്ള കാര്യമാണ് പറയുന്നത്, ചുമ്മാ ഒരു തമാശ പറഞ്ഞു പോകുകയല്ല. ലൂസിഫറിനെ ദൈവം താമസിപ്പിച്ചിരുന്നു. അവന് 9.2 ബില്യൺ വർഷങ്ങൾ, ശാസ്ത്രത്തിൻ്റെ കണക്കിൽ അതിനേക്കാൾ കൂടുതൽ കണ്ടേക്കാം, 9.2 ബില്യൺ വർഷങ്ങൾ ലൂസിഫർ സ്വർഗത്തിൽ താമസിച്ചു. ദൈവിക തത്വശാസ്ത്രം എന്ത്, ദൈവത്തിൻ്റെ നയം എന്ത്, ദൈവത്തിൻ്റെ തിയറി എന്ത്, ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ എന്ത്, മുഴുവനും അവൻ പഠിച്ചു. അവൻ സ്വർഗത്തിൽ പഠിച്ച കള്ളനാണ്. 1-2 ദിവസമല്ല, 9.2 ബില്യൺ വർഷങ്ങൾ ദൈവത്തോടൊപ്പം താമസിച്ച് സ്വർഗത്തിൻ്റെ ട്രെയിനിങ് കിട്ടി അവനും അവൻ്റെ സൈന്യവും. അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കും ദൈവമാകണം. പറ, എനിക്കും ദൈവമാകണം, എനിക്കും ദൈവത്തിന് തുല്യമായൊരു സ്ഥാനം വേണം. ദൈവത്തെ ഞങ്ങളൊക്കെ ആരാധിക്കുന്നത് പോലെ ഇതര ദൂതഗണങ്ങൾ എന്നെയും ആരാധിക്കണം. ഞാനും മിടുക്കനാണ്, ട്രെയിനിങ് കഴിഞ്ഞു, പൂർത്തിയായി. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, തനിക്ക് ഹിതകരമല്ലാത്ത ഒന്നിനെയും തൻ്റെ ഒപ്പം പാർപ്പിക്കത്തില്ല. ലൂസിഫറിൽ ബലഹീനത കണ്ടതിനാൽ അവനെ മാറ്റാൻ തീരുമാനിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകവും എസെക്കിയേലിൻ്റെ പുസ്തകവും ചേർത്ത് പഠിച്ചാൽ, നിങ്ങൾ നീതികേട് കാണുന്നത് വരെ നീ നിർമ്മലനായിരുന്നു. നിന്നിൽ നീതികേട് കണ്ടതോടെ ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അവനെ അവിടുന്ന് തള്ളാൻ ദൈവം തീരുമാനിച്ചു. ഈ അഴുക്കിനെ എവിടെ കൊണ്ട് താമസിപ്പിക്കും? അതാണ് അടുത്ത പ്രശ്നം. എല്ലാ നക്ഷത്രങ്ങളിലും നിറച്ച ആളാ, എല്ലാ ഗോളങ്ങളിലും നിറച്ച ആളാ. ഇവനെ എവിടെ കൊണ്ട് താമസിപ്പിക്കും? അതുകൊണ്ട് 9.2 ബില്യൺ വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ഒരു പുതിയ ഗ്രഹം ദൈവം ഉണ്ടാക്കി, അവിടേക്ക് ലൂസിഫറിനെ മാറ്റി താമസിപ്പിച്ചു. ലൂസിഫറിനെ ഈ ഭൂമിയിലേക്ക് മാറ്റി താമസിപ്പിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടിയിരുന്നത് ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ, ദൈവിക സംസ്കാരം പാലിക്കുന്ന ഒരു കോളനിയായി ഈ ഭൂമിയെ ഡെവലപ്പ് ചെയ്യാനാണ്. ദൈവിക സംസ്കാരം സൂക്ഷിക്കുന്ന, ഇവിടെ വരെ ഒരു പ്രയാസവും ഇല്ല, ദൈവിക സംസ്കാരം സൂക്ഷിക്കുന്ന ഒരു കോളനിയായി ഈ ഭൂമിയെ ഡെവലപ്പ് ചെയ്യാനാണ്. പക്ഷെ ലൂസിഫറോടെ വന്നതോടെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് എന്നെ ചാടിക്കാനുള്ള കാര്യം ഞാൻ ദൈവത്തിന് കീഴടങ്ങത്തില്ല. അതുകൊണ്ട് എൻ്റെ സംസ്കാരം ദൈവത്തിൽ നിന്ന് വിഭിന്നമായിരിക്കും. ആ സംസ്കാരം ഞാൻ ഭൂമിയിൽ സ്ഥാപിക്കും. പൈശാചികമായ, നമ്മൾ ഇന്നവനെ പിശാചെന്നാണ് വിളിക്കുന്നത്, ലൂസിഫറിൻ്റെ സംസ്കാരവും കൾച്ചർ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ അവൻ തീരുമാനിച്ചു. അതിനാവശ്യമുള്ള വസ്തുതകൾ അവൻ സൃഷ്ടിച്ചു. ഇന്ന് ഭൂമി പരിശോധിച്ച് ചെല്ലുന്ന ശാസ്ത്രജ്ഞന്മാർ കാണുന്നത് 3.5 കോടി വർഷവും 41 കോടി വർഷവും പഴക്കമുള്ള, 410 കോടി വർഷവും പഴക്കമുള്ള പഴയ അവശിഷ്ടങ്ങൾ ഭൂമിക്ക് അടിയിൽ കിടക്കുന്നു. ഇതിൻ്റെ പടം കാണിക്കാനൊന്നുമില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. എല്ലാം കാണിക്കാവുന്ന, ഇതൊക്കെ ഇൻ്റർനെറ്റ് അറിയാവുന്നവർക്ക് തപ്പിയെടുക്കാനുള്ളതേ ഉള്ളൂ. 3.5 മില്യൺ 3.5 ബില്യൺ വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ഭൂമിക്ക് അടിയിൽ നിന്ന് കിട്ടി. ആ കെട്ടിടത്തിൻ്റെ ഉയരം 3.5 കിലോമീറ്ററാണ്. 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം. എനിക്കൊന്ന് ഈ അടുത്ത ഇടയിലുള്ള ഒരു വലിയ ഉയരമുള്ള ചർച്ച് ഇതാ.
3.5 കിലോമീറ്റർ ഇവിടെ കിടക്കുന്ന ഇതെല്ലാം ഉണ്ട്. 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടി. ഇതെല്ലാം ലൂസിഫറിൻ്റെ കാലത്തെ സൃഷ്ടികളാണ്. ലൂസിഫർ ദൈവിക കൾച്ചറിൽ നിന്ന് മാറി അവൻ്റെ സ്വന്തം കൾച്ചർ ഭൂമിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ദൈവം പറഞ്ഞു, നിന്നെ ഒന്ന് തള്ളി രണ്ടാമതും തള്ളാൻ പോവാം. അവനെ ഭൂമിയിൽ നിന്ന് തള്ളി അന്നു മുതൽ അവനെ ആകാശത്തിൻ്റെ അധിപതി എന്ന് വിളിച്ചു. അവന് പാർക്കുവാൻ ഒരിടം കൊടുക്കാതെ അവനെ തള്ളി അവനെ ആകാശത്തിൻ്റെ അധിപതി എന്ന് ഇന്ന് വിളിച്ചു. അവനെ ഇവിടെ നിന്നും തള്ളിയ ശേഷം ദൈവം ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് നശിപ്പിച്ചു. ഇതിനെ ഇടിച്ചുടച്ച് ഒരുപാട് ചേഞ്ചസ് ദൈവം ഇതിന് വരുത്തി. ആരംഭത്തെങ്കിൽ ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാർക്ക് പാർക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ലൂസിഫറിന് പാർക്കാൻ, അവൻ്റെ കൂടുള്ളവർക്ക് പാർക്കാൻ, ദൂതന്മാർക്ക് പാർക്കാൻ വേണ്ടിയാണ്. ദൈവം തീരുമാനിച്ചു ഇനി ലൂസിഫർ ഇങ്ങോട്ട് വരാതിരിക്കാൻ ഇതിൻ്റെ തത്വസംഹിതകൾ മാറ്റുക, ഇതിൻ്റെ അന്തരീക്ഷമേ മാറ്റുക. നമ്മൾ രാത്രി കിടക്കുന്ന മുറിക്കകത്ത് കൊതുക് കയറിയാൽ, ഞാനെല്ലാം പരിചയമുള്ള ഞാൻ ഉപയോഗിക്കുന്ന പഴയ ഉദാഹരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മുറിക്കകത്ത് കൊതുക് കയറിയാൽ മുറിയുടെ അന്തരീക്ഷം കൊതുകിന് അനുയോജ്യമല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. എങ്ങനെ ഒരു ഇച്ചിരി പുക ഇട്ടാൽ മതി, ഒരു കൊതുക് തിരി കത്തിച്ചാൽ മതി, ആ മണം നമുക്ക് അറിയത്തുപോലും ഇല്ല, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ അന്തരീക്ഷം കൊതുകിന് പറ്റുകയില്ല, കൊതുക് സ്ഥലം വിടും, നമുക്കൊരു കുഴപ്പമില്ല. ഇതുപോലെ ലൂസിഫറിന് കൊള്ളുകയില്ലാത്ത ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു അന്തരീക്ഷം ഈ ഭൂമിയിൽ ഉണ്ടാക്കി. ആരംഭത്തെങ്കിൽ ലൂസിഫറിന് കുഴപ്പമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. ആ അന്തരീക്ഷത്തിൽ സൂര്യനിൽ നിന്ന് വരുന്ന ചില വിഷരശ്മികളൊക്കെ വരുമായിരുന്നു. ലൂസിഫറിനെ മാറ്റിയാൽ പിന്നെ മനുഷ്യനെ അത് ഇതിന് കൊണ്ടുവരേണ്ടത്. മനുഷ്യനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു വെച്ച് ഈ അന്തരീക്ഷം മാറ്റി. ഈ അന്തരീക്ഷത്തിൻ്റെ മുകളിൽ ദൈവം ഒരു അരിപ്പ വെച്ചു. ഇതിങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാകും, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. ഇതിൻ്റെ മേളിലോട്ടൊരു അരിപ്പ വെച്ചു. അയണോസ്ഫിയർ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. സൂര്യനിൽ വരുന്ന വിഷരശ്മികൾ ഇങ്ങോട്ട് വരാതെ അരിപ്പയ്ക്കകത്തോടെ അരിച്ച വിഷരശ്മി വരത്തുള്ളൂ. കാര്യം നമ്മളെ ഇവിടെ താമസിപ്പിക്കാൻ വേണ്ടി ദൈവം ചെയ്തതാണ്. ഇതിനെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു സൂചനയുണ്ട്. ഞാൻ പറഞ്ഞു, ബൈബിളിൽ സൂചനയില്ലെങ്കിൽ ഇതൊന്നും അംഗീകരിക്കാൻ പോകത്തില്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു സൂചനയുണ്ട്. 2 പത്രോസ് 3 അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന വെള്ളവും അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്നും അതേ വചനത്താൽ അത് മാറ്റപ്പെട്ടുവെന്നും നമ്മൾ അറിയുന്നു. ഇനിയും അത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്ന പദം ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയത്. കോസ്മോസ് എന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന ആകാശം എന്നതിന് അന്നുണ്ടായിരുന്ന കോസ്മോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കോസ്മോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അന്തരീക്ഷം. അന്നുണ്ടായിരുന്ന അന്തരീക്ഷം മാറ്റി നമുക്ക് കൊള്ളാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഇനി ഇച്ചിരൂടെ ഗൗരവമാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. 1, ലൂസിഫർ വീണു. ലൂസിഫർ 2 പ്രാവശ്യം വീണു. 1 സ്വർഗത്തിൽ വെച്ച് വീണു, 2 അവൻ ഭൂമി വന്ന് വീണു. അവനെ നമുക്കങ്ങ് മാറ്റാം. നമുക്ക് ലൂസിഫർ വലിയ കാര്യമല്ല, അവൻ്റെ അടുക്ക് ഞാൻ വരും കുറച്ച് കഴിയുമ്പോൾ. തൽക്കാലം നമുക്ക് മനുഷ്യൻ്റെ കാര്യം എടുക്കാം. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കാൻ തീരുമാനിച്ചു. ഇതിനു വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഗൗരവമായി ശ്രദ്ധിച്ചോണം. വാക്യങ്ങൾ എഴുതുന്നവർക്ക് എഴുതി വെക്കാം, വായിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ, ഉൽപ്പത്തി 1-ന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണാം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ആണും പെണ്ണുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു എന്ന് കാണാം, ഉണ്ടാക്കിയെന്ന് കാണാം. സൃഷ്ടിച്ചു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്നുള്ള വാക്കിയെന്ന. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഇല്ലായ്മയിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഉള്ള മണ്ണിനെ രൂപീകരിച്ച് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ഇതിലേതാ ശരിയെന്ന്? രണ്ടും ബൈബിളിലെയാണ്. തെറ്റാൻ ഒക്കത്തില്ല, രണ്ടും ശരിയാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം, ഇതിനകത്തിരിക്കുന്ന ഓരോ ഞാനും ഓരോ നമ്മളും ദൈവം സൃഷ്ടിച്ചതാണോ പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയതാണോ? ഇത് രണ്ടും സത്യമാണ്.
സൃഷ്ടിച്ചുവെന്ന് പറയുന്നത് സ്വർഗത്തിൽ നടന്ന കർമ്മമാണ്. എൻ്റെ അകത്തെ മനുഷ്യനായ ആത്മാവിനെ ഇല്ലായ്മയിൽ നിന്നും സ്വർഗത്തിൽ സൃഷ്ടിച്ചു. അന്ന് വരെ മനുഷ്യാത്മാവൊന്നും ഇല്ലായിരുന്നു. ദൈവം മനുഷ്യാത്മാവിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു. സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കണം. കാര്യം ലൂസിഫറിനെ ഇവിടുന്ന് തള്ളി ഇവനെ കളഞ്ഞേച്ച് പകരം എന്നെ, നമ്മെ, നിങ്ങളെ ഇങ്ങോട്ടാക്കുക. പക്ഷേ ഇതിൻ്റെ കോസ്മോസ് ദൈവം നേരത്തെ മാറ്റി. സ്വർഗീയമായ ഒരു ജീവിക്ക് ഇവിടെ ജീവിക്കാനൊക്കത്തില്ല. ദൂതന്മാർ സ്വർഗീയ ജീവികളാണ്. സ്വർഗീയമായ ഒരു ജീവിക്ക് ഇവിടെ ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അതിന് തക്കവണ്ണം ഇതിൻ്റെ അന്തരീക്ഷം മാറ്റി. ഇനിയും മനുഷ്യനെ സൃഷ്ടിച്ച് ഇവിടേക്ക് എങ്ങനെ ആക്കും? ഈ കോസ്മോസിൽ നിന്ന്, ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പുറംകൂട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് മനുഷ്യന് ജീവിക്കാനൊക്കത്തുള്ളൂ. അതിന് മണ്ണുകൊണ്ട്, നിലത്തെ പൊടി കൊണ്ട് ഒരു പുറംകൂടുണ്ടാക്കി. കിട്ടുന്നുണ്ടല്ലോ ഇത്? 2:7 ഒരു പുറംകൂടുണ്ടാക്കി. ആ പുറംകൂട്ടിലേക്ക് സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ ഊതിക്കയറ്റി. ജീവശ്വാസം ഊതി എന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. പക്ഷേ എബ്രായ ഭാഷയിൽ നിസ്വ ഊതി എന്ന് എഴുതിയ നിസ്വ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവിക സ്വഭാവമുള്ള റൂഹ എന്ന. റൂഹ സുറിയാനി വാക്ക, എബ്രായ വാക്ക, നമുക്കെല്ലാം അറിയാം. റൂഹ എന്ന വാക്കിന് കാറ്റെന്നും ആത്മാവെന്നും രണ്ടർത്ഥമുണ്ട്. ദൈവം സ്വർഗത്തിൽ ഉണ്ടാക്കിയ ദൈവിക സ്വഭാവമുള്ള റൂഹയെ, നിസ്വയെ ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ശരീരത്തിലേക്ക് ഊതിക്കയറ്റി. മനുഷ്യൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു. ജീവൻ താനേ ഉളവായി. ആത്മാവും ശരീരവും ഒരുമിച്ചാൽ ജീവൻ താനേ ഉളവായി. ആത്മാവ് ഇതിൽ നിന്ന് പോയാൽ ജീവൻ സ്ഥലം വിടും. ജീവൻ ഇതിൽ നിന്ന് പോയാൽ ആത്മാവ് സ്ഥലം വിടും. ജഡമില്ലാതെ മറ്റേതിന് രണ്ടിനും ഇരിക്കാനൊക്കെയില്ല. ഇത് മൂന്നും കൂടെ ദൈവം കണക്ട് ചെയ്തു. എൻ്റെ അകമേ ഒരു മനുഷ്യനുണ്ട്, അവൻ ആത്മാവാ. എൻ്റെ പുറമേ ഒരു മനുഷ്യനുണ്ട്, ഇവൻ ജഡമാ. എന്നിട്ട് ഈ ആദം ഹവ്വമാരെ തേജസ്സിൻ്റെ വസ്ത്രം ധരിപ്പിച്ചു. കാര്യം ദൈവത്തിൻ്റെ പ്രതിനിധിയായി, ദൈവത്തിൻ്റെ വൈസ്രോയിയായി, വൈസ്രോയി എന്നുള്ള പദം ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ വൈസ്രോയിയായി, ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി അടക്കി വാഴുവാനാണ് മനുഷ്യനെ കൊണ്ടുവന്നത്. വൈസ്രോയി എന്ന വാക്ക് നമ്മൾ ഇന്ന് അധികം ഉപയോഗിക്കാറില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ വൈസ്രോയിമാരുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ പ്രതിനിധികളായി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ വൈസ്രോയിമാർ എന്ന് വിളിച്ചിരുന്നു. ഇന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പ്രതിനിധിയായി ഇവിടെയുള്ള നമ്മുടെ ഗവർണറാണ്. ഗവർണറും വൈസ്രോയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഗവർണർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, വൈസ്രോയ്ക്ക് ഒക്കത്തില്ല. വൈസ്രോയ്ക്ക് ബ്രിട്ടനിലെ ചക്രവർത്തി കൽപ്പിക്കുന്ന, അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്ത്രമേ പറ്റൂ, വേറൊന്നിടാനൊക്കത്തില്ല. ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ ഇവിടുത്തെ നമ്മുടെ പ്രതിനിധികൾക്ക് ഇവിടെ ഒരു വിരുന്ന് നടത്തിയാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ കൊടുക്കാം. വൈസ്രോയ്ക്ക് ഒക്കത്തില്ല. ഇന്നുച്ചയ്ക്ക് ഇവിടെ ഒരു ലഞ്ച് നടത്തുകയാണെങ്കിൽ ഇന്നുച്ചയ്ക്ക് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ എന്താണെങ്കിലും ആഹാരം അതേ ഇവിടെ വിളമ്പാനൊക്കത്തുള്ളൂ. അതാ വൈസ്രോയി. ദൈവത്തിൻ്റെ വൈസ്രോയിയായി ആദമിനെയും ഹവ്വയെയും ദൈവം ഇവിടെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ വസ്ത്രം ധരിക്കേണ്ടതിനായി തേജസ് അവരെ ഉടുപ്പിച്ചു. മനസ്സിലായോ? അവരെ തേജസ് ഉടുപ്പിച്ചു. അവരെ ഏദൻ്റെ മണ്ണിലാക്കി. അവരോട് പറഞ്ഞു, അടക്കി ഭരിച്ചോണം, സ്വർഗരാജ്യം ഇവിടെ കൊണ്ടുവരണം. സ്വർഗരാജ്യം ഇവിടെ കൊണ്ടുവരണമെന്നുള്ള പദം അവിടെ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ വരും. അവരെ ഇവിടെ ഏൽപ്പിച്ചു. അന്ന് തുടങ്ങി പിശാചിന് ബുദ്ധിമുട്ട്. എങ്ങനെയും ആദം ഹവ്വമാരെ ഇവിടുന്ന് ചാടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഭൂമി തിരിച്ചു പിടിക്കാനൊക്കത്തുള്ളൂ. ലൂസിഫർ അന്ന് മുതൽ വാദിക്കുന്ന ഒരു വാദഗതി, ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഇരുന്നരളും, ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൻ്റെ മേൽ ഞാൻ ഇരുന്ന് ഭരണം നടത്തും, ഞാൻ സ്വർഗത്തിൽ കയറും. ഇപ്പം ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടു, ഭൂമി കയറും, ഭൂമി ഭരിക്കും, സ്വർഗത്തിൽ കയറും, സ്വർഗം ഭരിക്കും. ഇതൊക്കെയാണ് ഇവൻ്റെ ചിന്ത. പക്ഷെ അവന് പകരം ദൈവം ഇവിടെ വേറൊരു വൈസ്രോയിയാക്കി. അതായിരുന്നു ആദമും ഹവ്വയും. ഇനി ലൂസിഫർ അഹങ്കരിക്കാനുള്ള കാരണം യെശയ്യാ പ്രവചനം പറയുന്നത്, സകലവിധ രത്നങ്ങൾ കൊണ്ടും നിന്നെ മൂടിയിരുന്നു, നീ രത്നം അണിഞ്ഞു, നിന്റെ സൗന്ദര്യത്തിൻ്റെ വർധനവ് നിനക്ക് അഹങ്കാരം വരുത്തി.
2, നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിനക്ക് അഹങ്കാരം വരുത്തി. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തീരുമാനിച്ചു ഈ രണ്ടും ഇവന് വേണ്ട. രക്തം കൊണ്ട് മൂടി, രക്തം ഉപയോഗിച്ചിട്ടല്ലേ അഹങ്കരിച്ചത്, വേണ്ട, മണ്ണുകൊണ്ടുണ്ടാക്കിയേക്കാം. ഇവനെ മണ്ണുകൊണ്ടുണ്ടാക്കി. വ്യാപാരത്തിൻ്റെ പെരുപ്പം അതിരുകൾ തീരുമാനിച്ചു. നിനക്കങ്ങനെ എല്ലായിടത്തും ഒന്നും പാനൊക്കത്തില്ല. ലൂസിഫർ അങ്ങനെയല്ല, സെക്കൻഡ് കൊണ്ട് ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് മാറാം. സെക്കൻഡുകൾ കൊണ്ട് ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് മാറാം. നക്ഷത്രങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്ക് മാറാം. മനുഷ്യ, നിനക്കത് പറ്റുകയില്ല. നീ ഇതിനകത്ത് ഇരുന്നാൽ മതി. കാര്യം നീ അഹങ്കരിക്കരുത്, എൻ്റെ ജോലി ചെയ്യും. ഈ മനുഷ്യനെ താഴെ വീഴിക്കേണ്ടതിനായി ലൂസിഫർ തീരുമാനിക്കുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ച വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം ഹവ്വയെ കൊണ്ടും പിന്നെ ആദാമിനെ കൊണ്ടും തീറ്റിച്ചു. അതോടെ മനുഷ്യൻ വീണു. മനുഷ്യൻ്റെ ഒന്നാമത്തെ വീഴ്ച നടക്കുന്ന അവിടെയാണ്. ഞാൻ എന്തുവാ എടുക്കുന്നത്? മനുഷ്യകുലത്തിൻ്റെ 3 വീഴ്ചകൾ. ഒന്നാമത്തെ വീഴ്ച ഏദൻ്റെ തോട്ടത്തിൽ വെച്ചാൽ. ഞാൻ ഈ പറഞ്ഞ വിശദീകരണങ്ങൾ ആർക്കും അറിയത്തില്ലെങ്കിലും ഇത്രയും കാര്യം എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ വീഴ്ച ഏദൻ തോട്ടത്തിലാണ്. എന്തൊക്കെ നഷ്ടമായി? 1, തേജസ്സിൻ്റെ വസ്ത്രം പോയി. 2, മരണം മനുഷ്യനിലേക്ക് കടന്നു, നിത്യജീവൻ പോയി. അതുവരെ മരിക്കാത്ത നിത്യജീവനല്ല സൃഷ്ടിച്ചത്, നിത്യജീവൻ പോയി, മരണം മനുഷ്യനിലേക്ക് കടന്നു. 3, ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കിട്ടാതായി. ജീവവൃക്ഷത്തിൻ്റെ ഫലം പോയി. മനുഷ്യനിൽ ശാപങ്ങൾ കയറി, രോഗങ്ങൾ, മരണങ്ങൾ എല്ലാം ഇതിനകത്ത് വന്നു. ഇതിനൊരു പരിഹാരം ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവം തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി മനുഷ്യനെ ഇടിപ്പിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി മനുഷ്യനെ ധരിപ്പിച്ചു. ഈ തോൽ എവിടുന്ന് വന്നു? ഏദൻ തോട്ടത്തിൽ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചുവെന്നും ആ ആട്ടിൻകുട്ടിയുടെ തോലുകൊണ്ട് ആദം ഹവ്വമാർക്ക് ഉടുപ്പുണ്ടാക്കിയെന്നും ആ ഉടുപ്പ് യേശുവിൻ്റെ കാൽവറി യാഗത്തെ ചിത്രീകരിക്കുന്നതായി എൻ്റെ പുത്രൻ സ്ത്രീയുടെ സന്തതിയായി അവതരിച്ച് നിങ്ങൾക്ക് വേണ്ടി മരിക്കുകയും നിങ്ങൾക്ക് വീണ്ടെടുപ്പ് സാധിക്കുകയും ചെയ്യുമെന്ന് ഏദനിൽ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഓർമ്മയായി തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി മനുഷ്യനെ ധരിപ്പിച്ചു. ഒന്നാമത്തെ വീഴ്ചയിൽ മനുഷ്യന് നഷ്ടമായത് 1, തേജസ്സിൻ്റെ വസ്ത്രം. പകരം കൃപ എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന തോലിൻ്റെ വസ്ത്രം കിട്ടി. അവന് നഷ്ടപ്പെട്ടത് നിത്യജീവൻ. പക്ഷേ യേശുവിൻ്റെ കാൽവറിയാൽ അതിന് വിടുതലുണ്ട് എന്ന് ഒരു വാഗ്ദത്തം ലഭിച്ചു. നിത്യജീവൻ കിട്ടും. 3, പറുദീസ നഷ്ടപ്പെട്ടു. പറുദീസ. 4, ജീവവൃക്ഷത്തിൻ്റെ ഫലം. ഇത് മുഴുവനും നമുക്ക് തിരിച്ചു വരും. എന്നാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 2, 3 അധ്യായങ്ങളിൽ വരുമ്പോൾ വരുവാനുള്ള നിത്യതയിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് ഉടുപ്പാൻ കൊടുക്കും. ഒരു വലിയ പോരാട്ടം കഴിച്ച് നമ്മൾ ജയിച്ച ഇത് തിരിച്ചു കിട്ടും. ഒരു വലിയ പോരാട്ടം കഴിച്ച് ജയിച്ചെങ്കിൽ മാത്രമേ ഇത് തിരിച്ചു കിട്ടൂ. കാര്യം ഒന്ന് വീണാൽ, മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരരിശത്തിന് ആറ്റിച്ചാടിയാൽ 7 അരിശം കൊണ്ട് തിരിച്ചു കയറുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു കൊച്ചനുണ്ടായിരുന്നു. അവന് ചാകണമെന്നൊരു തോന്നൽ. വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വീട്ടിൽ കിടന്ന് ഉറങ്ങടാന്ന് പറഞ്ഞ് അവൻ പോയി ഒരു നല്ല ഒഴുക്കുള്ള ഒരു സമയത്ത് വെള്ളപ്പൊക്കമുള്ള ഒരു ആറ്റിലോട്ട് എടുത്തൊരു ചാട്ടം. 2 കവിള് വെള്ളം കുടിച്ചപ്പോഴാണ് രക്ഷപ്പെടണമെന്നൊരു തോന്നൽ. അലറിയതും വിളിച്ചതും കരഞ്ഞതും എന്തും വേണ്ടും ബുദ്ധിമുട്ടിയെന്നറിയാം. പക്ഷെ ചത്തുപോയി. ഒരരിശത്തിന് ആറ്റിച്ചാടിയാൽ 7 അരിശ ഉണ്ടല്ലേ തിരിച്ചു കയറത്തില്ല. ആദം ഒരു തെറ്റ് ചെയ്താൽ ഒരു ജയം കൊണ്ടാകത്തില്ല, അനേക ജയങ്ങൾ നടന്നേ മതിയാകുള്ളൂ. കാര്യം എന്നും പോരാടുന്ന ഒരു ശക്തി ഉണ്ട്, എന്നും പോരാടുന്ന ഒരു ശക്തി. ഒന്നാമത്തെ മനുഷ്യനായ ആദമിന് നഷ്ടമായത് തിരിച്ചു വരുന്നത് യേശുവിൻ്റെ കാൽവറിയാൽ അതിൻ്റെ വാഗ്ദത്തം ഉറപ്പിച്ചേച്ച്, യേശുവിൻ്റെ ഉയർപ്പിനാൽ ആ വാഗ്ദത്തത്തിന് മുദ്ര വെച്ചേച്ച്. നിങ്ങളുടെ പോരാട്ടത്തിൽ, നമ്മുടെ പോരാട്ടത്തിൽ നാം ജയിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ 2ാം വരവിൽ അതിൻ്റെ പൂർണ്ണത ലഭിക്കും. 1ാം വീഴ്ചയ്ക്ക് 2ാം വരവിൽ പൂർണ്ണമായ വിടുതലുണ്ടാകും. മുന്നോട്ട് വരട്ടെ. ഇനിയത്തേതാ ഇച്ചിരൂടെ പ്രയാസം. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ്റെ പുറകെ പൈശാചിക ശക്തികൾ വീണ്ടും കൂടി. അവനെ തറ പറ്റിച്ചേ മതിയാകൂ. അവന് തേജസ്സിൻ്റെ വസ്ത്രം പോയെങ്കിലും ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും അവനുണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പലതും മനുഷ്യനുണ്ട്. ഇവനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നോടാരും പിണങ്ങരുതേ, ദയവായിട്ട് എന്നോട് പിണങ്ങരുത്.
എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടും ഒരാളും കൂടെ ദൈവസന്നിധിയിൽ ആ വലിയ രക്ഷ, അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ ഉന്നതി കരസ്ഥമാക്കിയെങ്കിൽ അതാകട്ടെ എന്നും കരുതി മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് വെക്കുക. എനിക്കിതുകൊണ്ട് ഒരു ലാഭവും പ്രത്യേകിച്ചില്ല. പക്ഷേ യജമാനൻ്റെ ഹിതം നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞുവെന്ന ഭയങ്കര ചാരിതാർത്ഥ്യത എനിക്കുണ്ട്. ഞാൻ നിമ്രോദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചരിത്രം ഒരല്പമായി പഠിച്ചു. നിമ്രോദ് ഒരു നായാട്ടുവീരനായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. നിമ്രോദ് അബ്രഹാമിൻ്റെ കാലികനായിരുന്നു. ഒരു നായാട്ടുവീരനായിരുന്നു. നിമ്രോദിൻ്റെ ചിത്രങ്ങൾ അങ്ങും ഇങ്ങും കാണിക്കുന്നിടത്തെല്ലാം നിമ്രോദ് വേട്ട പട്ടികൾക്ക് പകരം വേട്ടയാടുന്ന സിംഹങ്ങളെ കൊണ്ട് നടന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പിടികിട്ടുന്നു? നമ്മുടെ നാട്ടിൽ വേട്ടയാടാൻ പോകുന്ന രാജാക്കന്മാർ, രാജകുമാരന്മാർ വേട്ട പട്ടികളെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. വേട്ടപ്പട്ടികൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. നിമ്രോദ് വേട്ടയ്ക്ക് പോകുമ്പോൾ, അയാൾ നായാട്ടുവീരനായിരുന്നു, അയാൾ വേട്ടയ്ക്ക് പോകുമ്പോൾ സിംഹങ്ങളെയായിരുന്നു കൂടെ കൊണ്ടുവന്നത്. ഒമ്പടെ ഇവനെ പിടിച്ച് സിംഹം വിഴുങ്ങാതെ ഇവനെ വിട്ടുകളഞ്ഞല്ലോ സിംഹം. മറ്റുള്ളതിനെ സിംഹം പിടിക്കുകയും ചെയ്യും, ഇവനെ ഒന്നും ചെയ്യത്തുമില്ല. അതെന്നെ പരിപാടി. അന്വേഷിച്ച് വന്നപ്പോഴാണ് ചാവുകട ലിഖിതങ്ങളിൽ കുറേ രേഖകൾ കിടപ്പുണ്ട്. മനുഷ്യൻ്റെ ആരംഭകാല ചരിത്രം എഴുതി വച്ചിരിക്കുന്ന 981 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു ഭയങ്കര പുസ്തക സംഹിതയാണ് ചാവുകട ലിഖിതങ്ങൾ എന്ന് വിളിക്കുന്നത്. റോമൻ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് സഭ വരെ എല്ലാ സഭാവിഭാഗങ്ങളും ചാവുകട ലിഖിതങ്ങളെ അംഗീകരിക്കുന്നു, ചരിത്ര പുസ്തകമായി അംഗീകരിക്കുന്നു. റോമൻ കത്തോലിക്ക സഭ അതിലെ ചില പുസ്തകങ്ങൾ, അതിലെ പല പുസ്തകങ്ങളും ആധികാരിക ഗ്രന്ഥങ്ങളാക്കി അനുവദിക്കുന്നു. നമ്മുടെ ഉൽപ്പത്തി പുസ്തകവും യെശയ്യാവിൻ്റെ പുസ്തകവും ചാവുകട ലിഖിതങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ രണ്ടെണ്ണത്തെ ആധികാരിക പുസ്തകമായി നമ്മളും അംഗീകരിക്കുന്നു. ചാവുകട ലിഖിതങ്ങൾ ആകെ 981 പുസ്തകങ്ങളാണ്. 981 പുസ്തകം. അതിനകത്ത് ഹാനോക്കിൻ്റെ പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ നിന്നൊരു പദം നമ്മുടെ ഈ ബൈബിളിലുണ്ട്. ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ വീണ്ടും വരുന്നു എന്ന് ഹാനോക്ക് എഴുതിയ ഒരു പ്രവചനമെന്ന് പറഞ്ഞ് ഇതിനകത്ത് യൂദാ അപ്പോസ്തലൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങൾ അങ്ങും ഇങ്ങുമൊക്കെ എടുത്തിട്ടുണ്ട്. ചാവുകട ലിഖിതങ്ങളിൽ ഒരു നീണ്ട ചരിത്രം കിടപ്പുണ്ട്. ആദം ഹവ്വമാരുടെ അനന്തര തലമുറകളെ, സന്തതികളെ പിശാച് എങ്ങനെ നശിപ്പിച്ചു. എന്നോട് പിണങ്ങരുത്, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. കാര്യം നമ്മിൽ ചിലർ വീണുപോയി, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സ്വന്തക്കാർ പലരും വീണുപോയി, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പലരും വീണുപോയി, നമ്മളും പലരും വീണു. എന്ത് എന്നൊന്ന് ഓർപ്പിക്കുവാൻ, യുദ്ധത്തിൽ ജയിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആദാമിൻ്റെ മക്കളായി കായേനും ഹാബേലും ഉണ്ടായിരുന്നു. ഹാബേൽ കായേനെ കൊന്നു. ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. ഇനിയും കായേനും ആദമും ഹവ്വയും 3 പേർ മാത്രം ഭൂമിയിലുള്ളപ്പോൾ ഇവിടെ ഈ ക്രിസ്തീയ വിരോധികളായ ചില ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പറഞ്ഞ ചില നിരൂപണങ്ങൾ, അതൊക്കെ കഴമ്പുള്ള ഒരു നിരൂപണം ഞാൻ പറയാം. ആദമും ഹവ്വയും കായേനും മാത്രമുള്ളപ്പോൾ കായൻ കല്യാണം കഴിച്ചു. അങ്ങനെ ബൈബിളിൽ പെണ്ണ് എവിടുന്ന? ആ മനുഷ്യൻ്റെ മറുപടി ഹവ്വയെ തന്നെയാണ് കല്യാണം കഴിച്ചേ. ഒരു ശകലം കഴിഞ്ഞപ്പോൾ ആദം പിന്നെയും തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അപ്പോൾ അപ്പനും മോനും ഭാര്യ ഒരാളോ? ഇതാണ് ക്രിസ്തീയ സംസ്കാരം എന്ന് അദ്ദേഹം പറഞ്ഞ് നശിച്ചു. ക്രിസ്തീയ സംസ്കാരം എന്തായിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ ആരംഭ ചരിത്രങ്ങളില്ല. ചാവുകട ലിഖിതത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദാമിനും ഹവ്വയ്ക്കും 600 മക്കളുണ്ടായിരുന്നു. ഓരോ ആൺകുട്ടി ജനിക്കുമ്പോഴും അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ജനിച്ചിരുന്നു. കായൻ ജനിച്ചപ്പോൾ കായൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെയാണ് വിവാഹം കഴിച്ചത്. ഇത് കഴിഞ്ഞ് 4 ആൺകുഞ്ഞുങ്ങളും അവരുടെ കൂടെ ഓരോ പെൺകുഞ്ഞുങ്ങളും ജനിച്ചു. 6ാമത്തെ പ്രസവത്തിലാണ് ഹാബേൽ ജനിക്കുന്നത്. ഹാബേലിൻ്റെ കൂടെയും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. തുടർന്നും ആദാമിനും ഹവ്വയ്ക്കും കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു. അതിന് ബൈബിളിൽ രേഖയുണ്ട്. ദീർഘകാലം ജീവിച്ചിരുന്ന്, 900 വർഷം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഓർഡറിലില്ല. ഈ ഓർഡറിൽ എഴുതിയത് ചാവുകട ലിഖിതത്തിലാണ്. അത്യാവശ്യത്തിന് അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചാവുകട ലിഖിതം നമ്മൾ കൊണ്ടു നടക്കുന്നില്ല. കാരണം 981 പുസ്തകം, 981 പ്രിൻ്റ് ചെയ്താൽ 45,000 പേജുണ്ട്. നമ്മുടെ ബൈബിളിൻ്റെ അക്ഷരം കുഞ്ഞക്ഷരമാണ്. ഈ ചെറിയ അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്താൽ 45,000 പേജുണ്ട്.
ഇത് 1000 പേജേ ഉള്ളൂ, 1000 പേജേ ഉള്ളൂ. ഇതിൻ്റെ 45 ഇരട്ടിയുണ്ട് ചാവുകപട ലിഖിതങ്ങൾ. ഇതെല്ലാം കൂടെ കുത്തിക്കെട്ടിയാൽ എം എ വർഗീസിന് എന്നിവിടെ വരണം, ബൈബിൾ കൊണ്ടുവരണമെങ്കിൽ ഒരു ട്രക്കും കൂടെ വേണമായിരുന്നു. അത് വരാതിരിക്കുവാൻ മനുഷ്യരക്ഷയ്ക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞു വരുത്തി എഴുതിയതാണ് ഈ പുസ്തകം. ചരിത്രം അറിയേണ്ടവർ ഇത് മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല, ചരിത്ര പുസ്തകം തപ്പണം. ഞാനൊരിക്കൽ നിമ്രോദിൻ്റെ ചരിത്രം പഠിക്കാൻ ആഗ്രഹിച്ചു. അന്ന് ദൈവം ഒരു മനുഷ്യനെ എനിക്ക് വേണ്ടി ഒരുക്കി. ഞാൻ നിമ്രോദിൻ്റെ ചരിത്രം എനിക്കറിയാവുന്ന ഭാഗങ്ങൾ മാത്രം വളരെ ഹ്രസ്വമായി നിമ്രോദ് പണിയാൻ ഉദ്ദേശിച്ച ബാബേൽ കോട്ടയെക്കുറിച്ച് ഒന്നെടുത്തു. പിറ്റേ ദിവസം ഒരു ഞായറാഴ്ച ഞാനിത് പ്രസംഗിച്ചത്. എനിക്കൊന്ന് തിങ്കളാഴ്ച എന്നെ ആരോ ഒരാൾ ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ എം എ വർഗീസ്, ഞാൻ നിമ്രോദിൻ്റെ ചരിത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിശദമായി തരാം. എന്നുവെച്ചാൽ നിങ്ങൾ ആരാ, പേര് പറയത്തില്ല, വന്ന് കാണാം. വന്ന് കണ്ടപ്പോൾ പറയുക, ഞാനൊരു ബിസിനസ് ചെയ്ത് പൊട്ടിയ മനുഷ്യനാണ്. എൻ്റെ ഇൻട്രസ്റ്റ് ചരിത്രമായിരുന്നു. ഞാൻ ഒത്തിരി ചരിത്രം പഠിച്ചതാണ്. എൻ്റെ ബിസിനസ് പൊട്ടിയതിനെ തുടർന്ന് 120 കോടി രൂപ എനിക്ക് കടമായി. ഞാൻ ഇന്ന് പോലീസിനെ കാണാതെ ഒളിച്ചോടി നടക്കുക, അതുകൊണ്ടാണ് പേരൊന്നും പറയാത്തെ. എൻ്റെ ഭാര്യ മാനസിക രോഗിയായി. ഒരു മോള് പഠിക്കുന്നുണ്ട്, അവളുടെയും പഠിത്തം ഉഴപ്പി. ഞാനിങ്ങനെ ഇന്നിവിടെ നാളെ വേറൊരിടത്ത് പോലീസിനെ ഒളിച്ച് നടക്കുക. 55 അറസ്റ്റ് വാറണ്ടുകൾ എനിക്കെതിരെ ഉണ്ട്. ആ മനുഷ്യൻ്റെ വാചകം, 100-ലധികം ഗുണ്ടകൾ എൻ്റെ തലയെടുക്കാൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ നടുക്ക് ഉറങ്ങാൻ എനിക്കൊക്കത്തില്ല. ഞാനൊരു ദിവസം 2 മണിക്കൂറുകൾ ഉറങ്ങാറില്ല. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള വിഷയം ചരിത്രമായതുകൊണ്ട് ഇന്നും ചരിത്രം വായിക്കുന്നു. നിങ്ങൾ ചരിത്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിമ്രോദിൻ്റെ കഥ പറഞ്ഞപ്പോൾ അതിൻ്റെ പൂർണ്ണത വേണേ അങ്ങ് തരാം, അതിന് വന്നതാണ്. എനിക്ക് വേണ്ടി തമ്പുരാൻ ഒരുത്തനെ ഒപ്പിച്ചെടുത്തതാണ്. നിങ്ങൾക്കറിയാം, അയാൾ എന്നെ 6 മാസം അങ്ങനെ എന്നെ പഠിപ്പിച്ചു, ചരിത്രം പഠിപ്പിച്ചു. 6 മാസം അത്യാവശ്യമുള്ള ചരിത്ര പുസ്തകങ്ങൾ കാണിച്ചു. വേറൊരു സ്നേഹിതൻ എനിക്ക് 40ഓളം പുസ്തകങ്ങൾ ഒരുമിച്ച് അയച്ചു തന്നു ചാവുകട ലിഖിതങ്ങളിൽ നിന്ന്. ഈ വിവരം മനസ്സിലാക്കിക്കോളാൻ. കാര്യം ദൈവം ഒരുത്തനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ പഠിപ്പിക്കും. ഇങ്ങനെ അനേകരുടെ കയ്യിൽ നിന്നും ഈ മനുഷ്യനെ ഞാനങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് മുഴുവനും പറഞ്ഞു തന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് അയാളെ പിടിച്ചു. പിന്നെ അയാളെ കണ്ടിട്ടുമില്ല, അയാളെ പോലീസ് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയെങ്കിലും ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. എന്നോട് അയാൾ പിന്നെ വിളിച്ചു പറഞ്ഞത്, പാസ്റ്റർ നിങ്ങളുടെ കൂടെ കൂടിയത് കൊണ്ട് തമ്പുരാൻ എന്നെ രക്ഷിച്ചതാണ്. ഞാൻ കോടതിയിൽ പോയിച്ചു പറഞ്ഞു, പാപ്പര കൊടുത്തു വിട്ടാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പാപ്പര് വിധിച്ച് വിട്ടു പോക്കോളാൻ പറഞ്ഞു. ഇനി എനിക്ക് ഒളിച്ചിരിക്കട്ട, നിങ്ങളെ പഠിപ്പിച്ചതാണ് ഞാൻ നന്നായത്. ഏതായാലും എൻ്റെ പഠിത്തം കഴിഞ്ഞു. ദൈവം എന്നെ പഠിപ്പിച്ചു. കായേനും ഹാബേലും അവരുടെ കാലം കഴിഞ്ഞു. അവരുടെ കാലമായതോടെ ഭൂമിയിലുള്ള ജനങ്ങളെല്ലാം കൂടെ ചേർന്നേച്ച് പറഞ്ഞു, നമുക്ക് ദൈവത്തെ വേണ്ട, നമുക്ക് ലൂസിഫറിനെയും വേണ്ട. ഇവർ തമ്മിലുള്ള വൈരാഗ്യവും സമരവുമാണ് മനുഷ്യജാതി ഈ കഷ്ടത്തിലായത്. നമുക്ക് ഇവന്മാരെ രണ്ടും വേണ്ട, നമുക്ക് നമ്മൾ തന്നെ ജീവിക്കുക. അന്നൊരു തത്വസംഹിത ഉണ്ടാക്കി, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാറൽ മാർക്സും ഒക്കെ പിന്നെ പൊക്കിക്കൊണ്ട് വന്നേ. ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. നമ്മൾ തന്നെ ഭരിക്കുക, നമുക്ക് വേണ്ടി ഭരിക്കുക, നമുക്ക് ദൈവത്തെയും വേണ്ട, നമുക്ക് പിശാചിനെയും വേണ്ട. ഒരു തീരുമാനത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദമിന് അടുത്തൊരു സന്തതി ജനിച്ചത്. അവൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. പക്ഷെ അങ്ങോട്ട് വിജയിച്ചില്ല. ഇങ്ങനെ ദൈവത്തെ വേണ്ട, മനുഷ്യനെ വേണ്ട എന്ന ചിന്തയിൽ ലോകം ഒരു കാലഘട്ടം മുന്നോട്ട് പോയി. അഞ്ചാമത്തെ തലമുറയിൽ മഹലയേൽ എന്നൊരുത്തൻ ജനിച്ചു. മഹലയേൽ. ആദമൊക്കെ പോയി, ആദം അന്നും ജീവനോടുണ്ട്. മഹലയേൽ ജനിച്ചു. മഹലയേൽ ഒരു മഹാഭക്തനായിരുന്നു. അദ്ദേഹം ആദം ഹവ്വമാരുടെ കയ്യിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചു. മഹലയേൽ പറഞ്ഞു, ഞാൻ ദൈവത്തെ സേവിച്ച് ജീവിക്കും. പക്ഷെ സാധാരണക്കാരൻ്റെ കൂടെ താമസിച്ചാൽ ദൈവത്തെ സേവിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ആൺകുട്ടികൾ അവന്മാരുടെ പെൺകുട്ടികളെയും നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ആൺകുട്ടികളെയും വിവാഹം കഴിക്കും. ഒരു കുടുംബത്തിനകത്ത് ഒരാൾ ദൈവത്തെ ആരാധിച്ചും വേറൊരാൾ ഒന്നിനെ ആരാധിക്കുകയും ജീവിക്കാതെ ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, വേർപാട്. മഹലയേലിൻ്റെ തീരുമാനമായിരുന്നു വേർപാട്.
നമുക്ക് ഈ താഴ്വരയിലോട്ട് വരികയേ വേണ്ട. താഴ്വരയിൽ മുഴുവനും ആളുകൾ കൃഷി ചെയ്യാൻ വരിക. നമുക്കൊരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി താമസിക്കാം. മഹലയേൽ എന്ന പേര് ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. പേര് മാത്രം, വിശദീകരണം ഒന്നുമില്ല. അത് ചാവുകടൽ യുദ്ധത്തിലാണ്. നമുക്കൊരു പർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കാം. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിള്ളേരെല്ലാം കൂടി ഒരു ചോദ്യം ചോദിച്ചു, അപ്പച്ചാ ആഹാരം എന്നെ എടുക്കും? പർവ്വതത്തിൻ്റെ മണ്ടയിൽ കൃഷി നടക്കുമെന്ന് അവർക്ക് അറിയാൻ വയ്യ. കൃഷിയാണെങ്കിൽ താഴ്വരയെ വരണം. അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, കൃഷിയുടെ സമയമാകുമ്പോൾ നമുക്ക് താഴ്വരയെ വരാം. കൃഷി വിതച്ചേച്ച് നമുക്കങ്ങ് പോകാം. പിന്നെ കൊയ്ത്തിൻ്റെ സമയമാകുമ്പം വരാം, വന്ന് കൊയ്തുകൊണ്ട് പോകാം, അതുമാത്രം മതി. പക്ഷെ ഈ കൊയ്ത്തിൻ്റെ സമയത്ത് വരുമ്പോൾ മറ്റു പെൺപിള്ളേരും കാണും. അയോഗ്യ ബന്ധങ്ങളായി മഹലയേലിൻ്റെ കുടുംബം തകരാൻ തുടങ്ങുക. മഹലയേലിന് ഒരു മകൻ ജനിച്ചു, 6-ാം തലമുറ. അവൻ്റെ പേര് യാരേദ് എന്നായിരുന്നു. ആ പേര് ഉൽപ്പത്തി 5 കിടപ്പുണ്ട്, യാരേദ്. ഭൂമി കണ്ടിട്ടുള്ളതിലെ ഭക്തൻ യാരേദായിരുന്നു. ഭൂമി കണ്ടിട്ടുള്ളതിലെ ഭക്തൻ യാരേദായിരുന്നു. യാരേദ് അദ്ദേഹത്തിൻ്റെ മക്കളോട് പറഞ്ഞു, കല്യാണം കഴിച്ചത് കൂടെ ജനിച്ച മോളയാ കല്യാണം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ മക്കളോട് പറഞ്ഞ, പിള്ളേരെ, നമുക്കൊരു പർവ്വതത്തിൻ്റെ മണ്ടയിൽ മാത്രം പാർക്കാം, താഴ്വരയെ വരണ്ട. അപ്പം പിള്ളേരെ ചോദിച്ച ആഹാരത്തിന് വിഷമമില്ല. ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചിവിടെ ആക്കുമ്പോൾ വൃക്ഷങ്ങളുടെ ഫലം തിന്നാൻ പറഞ്ഞ ആക്കിയത് അല്ല, കോതമ്പും അരിയും ചോറുന്നുള്ളതല്ല പറഞ്ഞത്. ആദമിനെയും ഹവ്വയും ഇവിടെ ആക്കുമ്പോൾ വൃക്ഷങ്ങളുടെ ഫലം മാത്രം തിന്നോളാൻ പറഞ്ഞ ആക്കിയത്. അത് മതി. ഏത് മലയിലും വൃക്ഷമുണ്ട്, പഴവുമുണ്ട്, നമുക്ക് കയറാം. അങ്ങനെ വൃക്ഷങ്ങളുടെ പഴം മാത്രം പറിച്ചു തിന്ന് ജീവിക്കുവാൻ അവർ പർവ്വതമുകളിൽ കയറി. ലൂസിഫർ ഉരുകാൻ തുടങ്ങി. ലൂസിഫർ പറഞ്ഞു, ഇവനെപ്പോലുള്ളവൻ രംഗത്ത് വന്നാൽ ചരിത്രത്തിൽ എനിക്ക് ഭൂമി പിടിക്കാൻ പറ്റുകയില്ല. എനിക്ക് ഭൂമി പിടിക്കണമെങ്കിൽ എൻ്റെ സംസ്കാരം ഭൂമിയിൽ കൊണ്ടുവരണം, എൻ്റെ തത്വശാസ്ത്രം ഭൂമിയിൽ കൊണ്ടുവരണം. ഇവൻ ദൈവത്തിൻ്റെ തത്വശാസ്ത്രത്തിലും ദൈവത്തിൻ്റെ സംസ്കാരത്തിലുമാണ്. എനിക്ക് ഭൂമി പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യാരേദിനെ വീഴ്ച അടങ്ങും. യാരേദ് കുടുംബമായി വളർന്നു. ഒരു ദിവസം വീണുപോയ പൈശാചിക ശക്തികൾ മനുഷ്യ വേഷം ധരിച്ച് യാരേദ് താമസിക്കുന്ന മലയുടെ മുകളിൽ കയറി. ഞാൻ ഈ പറഞ്ഞെടുത്തോളം ഭാഗങ്ങൾ ആദം ഹവ്വമാരുടെ 1-ാം പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം ചാവുകടൽ യുദ്ധത്തിലുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആദം ഹവ്വമാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഈ പുസ്തകങ്ങളെല്ലാം ചാവുകടൽ യുദ്ധത്തിൽ കിടപ്പുണ്ട്. ആദം ഹവ്വമാരുടെ 2-ാമത്തെ പുസ്തകത്തിൻ്റെ 20-ാമത്തെ ചാപ്റ്ററിൽ യാരേദിൻ്റെ കുടുംബം പൂർണ്ണ വളർച്ചയിലെത്തി. അവർ താഴോട്ട് ഇറങ്ങുന്നേ ഇല്ല, താഴ്വരയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നില്ല. അവിടെ ഒരു സ്വർഗീയ സാമ്രാജ്യം പണിയുന്നത് പോലെ മക്കളങ്ങ് വർദ്ധിച്ചു. ഈ സമയത്ത് പൈശാചിക ദൂതന്മാർ മനുഷ്യവേഷത്തിൽ ആ പർവ്വതത്തിൻ്റെ മുകളിലിറങ്ങി അതിമനോഹരമായൊരു പാട്ടുപാടി കേൾപ്പിച്ചു. ഈ പിള്ളേർക്ക് ഈ പാട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ഭയങ്കര മനോഹരമായൊരു പാട്ട്. ഇന്നത്തെ ആരാധന കണ്ട് എനിക്ക് എഴുന്നേക്കാനുള്ള ആരോഗ്യം ഇല്ലാതെ പോയതുകൊണ്ട് ഞാൻ ദുഃഖിച്ചു, സത്യമായി ദുഃഖിച്ചു. പക്ഷെ ഇതുപോലൊന്നും അല്ല ദൂതന്മാർ പാടിയാൽ ഭയങ്കരമാണ്. അവർ അതിമനോഹരമായൊരു പാട്ടുപാടി. ആ പാട്ട് കേട്ടുകൊണ്ട് യാരേദിൻ്റെ മക്കളും കൊച്ചുമക്കളും പറഞ്ഞു, ഞങ്ങൾക്ക് ആ പാട്ട് പഠിക്കണം. യാരേദ് പറഞ്ഞു, കരിഞ്ഞ മറ്റവൻ്റെ കഥയാണ് തൊടുന്നത്. കൺവിൻസിങ് ആയി. യാരേദ് മക്കളോടും കൊച്ചുമക്കളോടും പഠിപ്പിക്കാൻ അവർ സമ്മതിക്കുമെങ്കിൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. പൈശാചിക ദൂതന്മാരോടൊരു ചോദ്യം ചോദിച്ചു. 1, ഈ പാട്ടിൻ്റെ ഉറവിടം എവിടെയാ, ഒറിജിൻ എവിടെയാ? 2, ഇത് പഠിച്ചതുകൊണ്ടോ പാടിയതുകൊണ്ടോ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം എന്തുവാ? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ കേൾക്കാൻ മനോഹരമാണ്, അത്രേ ഉള്ളൂ, വേറെ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒറിജിൻ, ലൂസിഫർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സ്വർഗത്തിൽ പാടിയ പാട്ടാ. അതിവിടെ കേൾക്കുന്ന പോലെ ഒന്നുമല്ല. ലൂസിഫർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സ്വർഗത്തിൽ പാടിയ പാട്ടാ. ലൂസിഫറിൻ്റെ പേര് കേട്ടതോടെ
ഇയാൾ പറഞ്ഞു, വേണ്ട, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് കേൾക്കണ്ട. എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഒന്ന് അതിൻ്റെ ഒറിജിൻ ഞങ്ങൾ അറിയണം, അതിൻ്റെ ഉറവിടം അറിയണം. രണ്ട്, അതുകൊണ്ടുള്ള പ്രയോജനം അറിയണം. ഈ രണ്ട് കാര്യങ്ങൾ അറിയാത്തത് ഞങ്ങൾക്ക് വേണ്ട, ഇറങ്ങട പർവ്വതത്തേന്ന്. ഇവർക്കാണ് ഈ ഭൂമിയിൽ അധികം നേരം താമസിക്കാനൊക്കത്തില്ല. ഇവിടുത്തെ അന്തരീക്ഷം മാറിപ്പോയി. മനുഷ്യവേഷത്തിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടൊരു കുറച്ചു നേരം നിൽക്കാം, അധികം പറ്റത്തില്ല. അവരവിടുന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി. താഴ്വരയിൽ കണ്ട ഓരോ കുടുംബത്തിൽ കയറി പാട്ട് പഠിപ്പിക്കാൻ താല്പര്യപ്പെട്ടു. ലൂസിഫറിൻ്റെ അന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് വേണ്ട. കാര്യം അവരുടെ നേരത്തെ ഒരു തീരുമാനമുണ്ട്, ദൈവത്തെ വേണ്ട, ലൂസിഫറിനെ വേണ്ട. ലൂസിഫറിൻ്റെതാന്ന് കേട്ടത് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇവരങ്ങ് വിഷമിച്ചു. അവസാനം അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ആ കായൻ്റെ വീട്ടിൽ നിന്ന് പോകാം. കായൻ പണ്ട് ശപിക്കപ്പെട്ടവനല്ലേ, അവൻ്റെ മക്കൾക്കും ആ ശാപം കാണും. നമുക്ക് അവൻ്റെ വീട്ടിലൊന്ന് പോകാം, അവിടെ ഒന്ന് പാടി നോക്കാം. അങ്ങനെ കായൻ്റെ വീട്ടിൽ പാടി. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു, പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ പറഞ്ഞു, പഠിപ്പിക്കുന്നതിന് മുമ്പേ കാര്യം പറയാം, ഇതിൻ്റെ ഒറിജിൻ ഇന്നതാ. അപ്പം കായൻ്റെ കൊച്ചുമക്കൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒറിജിനെക്കുറിച്ച് കേൾക്കുക പോലും വേണ്ട, ഞങ്ങളുടെ കാതുകൾക്ക് ഇമ്പകരമാണെങ്കിൽ അത് മതി, ഇത് എവിടുന്ന് വന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങളുടെ കാതുകൾക്ക് ഇമ്പകരമാണ്, പഠിക്കണം, പഠിപ്പിക്കാൻ പറഞ്ഞു. അയ്യട പാട്ടുപാടി പഠിപ്പിച്ചു. അതോടുകൂടെ അവിടുത്തെ ആളുകളുമായി ഒരു ബന്ധത്തിലായതിനെ തുടർന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ ഇന്ന് താമസിക്കുന്നത് ഗുഹകളിലാണ്, അതിനേക്കാൾ നന്നായി വീട് പണിയാൻ പഠിപ്പിക്കാം. മരങ്ങൾ മുറിച്ച് വീട് പണിയാൻ പഠിപ്പിച്ചു. അതോടെ കായൻ്റെ കുടുംബം മറ്റുള്ളവരെക്കാൾ മിടുക്കരായി. തുടർന്ന് ആയുർവേദ മരുന്നുകൾ പഠിപ്പിച്ചു. പിന്നെ പല കലകളും കലാവാസനകളും കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ കായൻ്റെ കൊച്ചുമക്കളുടെ കുടുംബങ്ങൾ ഈ ശക്തിക്ക് അധീനമായി. ഇവരുമായിട്ടങ്ങ് ഏട്ടകലർന്നു. ആ സാഹചര്യത്തിൽ പിള്ളേരോട് പറഞ്ഞു, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു, നിങ്ങളെ നന്നായി കൃഷി ചെയ്യാൻ പഠിപ്പിക്കാം. ഇപ്പം നിങ്ങൾ കൃഷി വാരിയിട്ടാൽ പന്നി തിന്നതിൻ്റെ ബാക്കി, അല്ലെ കാട്ടുമൃഗം തിന്നതിൻ്റെ ബാക്കി കുറേ നിങ്ങൾ കൊയ്തെടുക്കും. അങ്ങനല്ല, ചൊവ്വയെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കാം. ചൊവ്വയെ കൃഷി ചെയ്തതോടെ 10-15 വർഷത്തേക്ക് ആവശ്യമുള്ള അത്രയും കോതമ്പ് ഒറ്റ കൃഷിക്ക് കിട്ടും. ഇതെല്ലാം കൂടി എവിടെ കൊണ്ടുപോകുന്നേ? ആ 1 വർഷത്തേക്കുള്ള കോതമ്പെടുത്തു. കേട്ടോണേ അടുത്ത പടി. ആ 1 വർഷത്തേക്കുള്ള കോതമ്പെടുത്തു. മിച്ചം വന്ന കോതമ്പ് കൊണ്ട് ചാരായം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ചാരായം കുടിച്ചതോടെ പിള്ളേർക്ക് അഹങ്കാരമായി. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി. പിള്ളേർക്ക് അഹങ്കാരമായി. നിൻ്റെ പാട്ടാണോ നല്ലത്, എൻ്റെ പാട്ടാണോ നല്ലത്? നിനക്കാണോ ചൊവ്വേ പാടാവുന്നത്, എനിക്കാണോ ചൊവ്വേ പാടാവുന്നത്? ചാരായം കുടിച്ച അഹങ്കാരമായി. അതോടെ ലൂസിഫറിൻ്റെ ആളുകൾ പറഞ്ഞു, എന്നോട് പിണങ്ങല്ലേ. അതോടെ ലൂസിഫറിൻ്റെ ആളുകൾ പറഞ്ഞു, പെൺപിള്ളേരെ, നിങ്ങളെ മനോഹരികളാക്കി തരാം. ഇപ്പം സംഗീതത്തിൻ്റെ മാധുര്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ, ഒന്നിനേക്കാൾ ബെറ്ററായി. നിങ്ങളുടെ സൗന്ദര്യത്തിൽ വ്യത്യാസം വരുത്തി തരാം. അങ്ങനെ സൗന്ദര്യത്തിൽ വ്യത്യാസം വരുത്തുവാൻ അവരെ അനുവദിച്ചു. ഇനിയും എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ ഹാനോക്കിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്നാണ്. ഞാൻ ആദം ഹവ്വമാരുടെ 1-ാം പുസ്തകം തൊട്ടു, ആദം ഹവ്വമാരുടെ 2-ാം പുസ്തകം തൊട്ടു. അടുത്ത പുസ്തകം ഞാൻ തൊടാൻ പോകുന്നത് ഹാനോക്കിൻ്റെ 1-ാം പുസ്തകം. ഹാനോക്കിന് 5 പുസ്തകങ്ങളുണ്ട്. ഭൂമിയിൽ എഴുത്തും വായനയും കൊണ്ടുവന്ന മനുഷ്യൻ ഹാനോക്ക. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 300 വർഷം ദൈവത്തോടുകൂടെ നടന്നുവെന്നാണ് ബൈബിൾ പറയുന്നത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ മറുഭാഷയും പറഞ്ഞ് നടക്കുകയല്ലായിരുന്നു, പലതും മനുഷ്യന് പ്രയോജനമുള്ളത് ചെയ്തു. അതിലൊന്നായിരുന്നു അക്ഷരമാല. ഭൂമിയിൽ ആദ്യമായി അക്ഷരമാല ദൈവത്തെങ്കിൽ നിന്ന് വാങ്ങി മനുഷ്യന് കൊടുക്കുന്നത് ഹാനോക്ക. ആദ്യത്തെ പുസ്തകങ്ങൾ എഴുതുന്നത് ഹാനോക്ക അക്ഷരമാല കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഹാനോക്കിൻ്റെ 5 പുസ്തകങ്ങളിൽ 1-ാമത്തെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ചുമന്ന ചായമുണ്ടാക്കി പെമ്പിള്ളേരുടെ ചിറിയെ പെരട്ടി. കണ്ടപ്പോൾ മറ്റുള്ളവരെക്കാൾ ഇച്ചിരൂടെ നല്ലത്. അത് കഴിഞ്ഞപ്പോൾ 10 നഖത്തേലും ചുമന്ന ചായം തേച്ചു. പെമ്പിള്ളേർ കുറച്ചുകൂടെ നല്ലത്. അപ്പം സൗന്ദര്യത്തെ തപ്പി വേറൊരു പ്രശ്നം. അതിനെ തുടർന്ന് ആഭരണങ്ങൾ സൃഷ്ടിച്ചു. ദൈവമുണ്ടാക്കിയ ശരീരത്തിൻ്റെ മേൽ ആഭരണമില്ല, ദൈവമുണ്ടാക്കിയ ശരീരത്തിൻ്റെ മേൽ പെയിൻ്റില്ല. ആഭരണങ്ങൾ സൃഷ്ടിച്ചു. ആഭരണങ്ങൾ പെൺകുട്ടികളെ ധരിപ്പിച്ചു. ഇതുപയോഗിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ ഡാൻസ് പഠിപ്പിച്ചു. ചാരായവും കുടിച്ചേച്ച് ആഭരണവും ഉപയോഗിച്ച് നന്നായി ഡാൻസ് ചെയ്തതോടെ ആഭരണങ്ങൾ പൊട്ടിത്തെറിച്ചു. ആഭരണങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് പരിഹരിക്കാൻ എന്ന രൂപേണ കാതെ കിഴുത്തയിട്ടു, ആഭരണങ്ങൾ ഉറപ്പിച്ചു. മൂക്കെ കിഴുത്തയിട്ടു, ആഭരണങ്ങൾ ഉറപ്പിച്ചു.
പക്ഷേ ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും മനുഷ്യന് നഷ്ടമായി. ഞാൻ താഴോട്ട് പോകുക. ഇതോടുകൂടെ പൈശാചിക ദൂതന്മാരോടുകൂടെ നൃത്തം ചെയ്ത പെൺകുട്ടികളിൽ ബോധിച്ചവരെ അവർ ഭാര്യമാരായി എടുത്തു. സൗന്ദര്യവർദ്ധനവ് കൊണ്ട് ദൂതനുമായി വിവാഹം കഴിക്കാമെന്നതിനാൽ അങ്ങേയറ്റം അവർ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. ശരീരത്ത് പച്ച കുത്തി, കൈയുടെ വെള്ളയും കാലിൻ്റെ വെള്ളയിലും ഡൈ ചെയ്തു, മുടി പല നിറങ്ങളിൽ ഡൈ ചെയ്തു. പിള്ളേർ സൗന്ദര്യപൂർണരായി. കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് തോന്നിയവരെ ദൈവത്തിൻ്റെ ദൂതന്മാർ വിവാഹം കഴിച്ചു. ഉൽപ്പത്തി 6 ആ കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇന്നും ഒന്നും രേഖയില്ലാത്തതല്ല, എല്ലാത്തിനും ബൈബിളിൽ സൂചനകളുണ്ട്, ചരിത്രങ്ങൾ വെളിയിൽ. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും നഷ്ടമായതിനെ തുടർന്ന് ദൈവം മനുഷ്യനെ വെറുത്തു. അന്ന് ബോധിച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചു. ഈ പ്രശ്നം നാട്ടിൽ മുഴുവനായതോടെ ഹെബ്രിയേൽ, മീഖായേൽ, ഊറിയേൽ, അരിയേൽ എന്ന 4 ദൂതന്മാർ ചേർന്ന് ദൈവത്തിനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ദൈവമേ, അങ്ങയുടെ കോളനിയായ ഭൂമിയെയും അങ്ങയുടെ വൈസ്രോയിയായ മനുഷ്യനെയും ഒന്ന് നോക്കണേ, എങ്ങനെ ഉണ്ടെന്ന്. യഹോവയായ ദൈവം ഭൂമിയെയും മനുഷ്യനെയും നോക്കാൻ ഇറങ്ങി വന്നു. ബൈബിൾ പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യഹോവ അനുതപിച്ചു. എല്ലാവരും വഴിതെറ്റി, എല്ലാവരും തോന്നിയ പോലായി. എന്നാൽ നോഹയും അവൻ്റെ കുടുംബവും നീതിമാന്മാരായിരുന്നു. അവിടെ നീതി എന്ന പദം എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് തമിയം എന്ന പദം ഉച്ചരിച്ച തമിയം. തമിയം എന്ന വാക്കിൻ്റെ യഥാർത്ഥ മലയാളം ഒറിജിനാലിറ്റി സൂക്ഷിച്ചതെന്ന. ദൈവം സൃഷ്ടിച്ച ശരീരം, ദൈവം സൃഷ്ടിച്ച രക്തം ഇതിൽ കലർപ്പില്ലാതെ ദൈവിക സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സ്വയം സൂക്ഷിക്കപ്പെട്ടത് നോഹയും തൻ്റെ കുടുംബവും മാത്രം. എന്തുകൊണ്ട്? ആദമിൻ്റെ കയ്യിൽ ദൈവം കൊടുത്ത ഒരു ഉടുപ്പുണ്ടായിരുന്നു. പരമ്പരാഗതമായ ഉടുപ്പ് കൈമാറി അത് നോഹയുടെ വീട്ടിൽ വന്നു. ആ ഉടുപ്പ് വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ആ വീട്ടിൽ കയറിയവരെ ആക്രമിക്കുവാൻ സാത്താന്യ ശക്തിക്ക് കഴിയാതെ വന്നു. ഇന്ന് ഇതിനെ കൃപ എന്ന് വിളിക്കും. കൃപയിലുള്ള ഒരു ദൈവബദലിനെ ആക്രമിക്കാൻ പിശാചിന് കഴിയത്തില്ല. നാം സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവൻ അംഗീകരിക്കും. തിരുവചനത്തിൽ റോമലേഖനത്തിലൊരു പദമുണ്ട്. ഞാൻ ഈ ബൈബിൾ ഇപ്പം എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുക. ഇതിലൊരു ആകർഷണ ശക്തിയുണ്ട്. ഈ ബൈബിളിനെ ഭൂമിയിലേക്ക് ആകർഷിക്കുന്ന ഒരു ആകർഷണ ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ ബൈബിൾ താഴെ പോകാം. പക്ഷേ ഇത് പോകാതിരിക്കാൻ കാരണം ആകർഷണ ശക്തിയെ അതിജീവിക്കുന്ന വേറൊരു പ്രമാണം എൻ്റെ കൈയുടെ ബലം ഇതിനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാകുന്നല്ലോ? ഇതുപോലെ പാപത്തിൻ്റെ ആസക്തികൾ, പിശാചിൻ്റെ ആസക്തികൾ സകല സമയത്തും ഉണ്ടെങ്കിലും അതിനെ കവിയുന്ന വേറൊരു പ്രമാണത്തിൽ ഞാൻ ആയതുകൊണ്ട്, അതാണ് റോമലേഖനത്തിൻ്റെ ഭാഷ, വേറൊരു പ്രമാണത്തിൽ ഞാൻ ആയതുകൊണ്ട് ഈ മറ്റേ പ്രമാണത്തിന് ഞാൻ പോകത്തില്ല. നോഹയുടെ വീട്ടിൽ ആ തോലുകൊണ്ടുള്ള ഉടുപ്പുണ്ടായിരുന്നതിനാൽ നോഹ രക്ഷപ്പെട്ടു. യഹോവയായ ദൈവം ഇറങ്ങി വന്ന് നോഹയോട് പറഞ്ഞു, നോഹേ, നിന്റെ സ്വന്തം കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിയുക, ബാക്കിയെ ഞാൻ തീർക്കാൻ പോവാ. മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുന്നു, ഞാൻ അനുതപിക്കുന്നു. മൃഗങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ അനുതപിക്കുന്നു. ഇറങ്ങി വന്ന അശുദ്ധ ദൂതന്മാർ ഭൂമിയിലെ മൃഗങ്ങളുമായി ഇണചേർന്നു, ഇഴജാതികളുമായി ഇണചേർന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങളുമായി ഇണചേർന്നു. ഇതുകൊണ്ടാണ് മൃഗങ്ങളിലും ഇഴജാതികളിലും പക്ഷികളിലും സമുദ്രത്തിലെ ജീവികളിലുമൊക്കെ ദൈവ സ്വഭാവങ്ങൾ കെട്ടിയേൽപ്പിക്കപ്പെട്ടത്. കാര്യം ഇതുങ്ങളുമായിട്ടെല്ലാം ഈ വീണുപോയ ദൂതന്മാർ ഇണചേർന്നു. ദൈവം ആദമിനെ സൃഷ്ടിച്ച് ഏദന്റെ മണ്ണിലാക്കുമ്പോൾ ഇഴജാതികളെയും ഭൂചര ജന്തുക്കളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവകളെയും പ്രത്യേകം ഇനം തിരിച്ച് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു പോയത് ഓർമ്മയുണ്ടോ? ആദമിന് വീഴ്ച സംഭവിച്ചു. ആകയാൽ ഈ മണ്ഡലങ്ങൾ മുഴുവൻ മാറി. യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞൊരു പെട്ടകം പണി, ബാക്കിയെ ഞാൻ തീർക്കാൻ പോകാം. അങ്ങനെ ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിച്ചു. യേശു പറഞ്ഞൊരു പദം മറക്കരുത്, മനുഷ്യപുത്രൻ്റെ മടങ്ങി വരുമെങ്കിലും ഇതുപോലിരിക്കും. നോഹയുടെ കാലത്ത് നടന്നതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവെങ്കിലും ഉണ്ടാകും. ഞാൻ ഇന്നങ്ങോട്ട് വിശദീകരിക്കുന്നില്ല, നാളെയാട്ട്. ഇതൊക്കെ മടങ്ങി വരും. യേശു അന്ന് പ്രവചിച്ചു. ആട്ടെ,
മാനവവർഗം വീണു. നോഹയുടെ ജലപ്രളയത്തിങ്കൽ ദൈവം മാനവവർഗത്തെ നശിപ്പിച്ചേച്ച് നോഹയെ മാത്രം വിളിച്ചൊന്ന് അനുഗ്രഹിച്ചു. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. ആദമിന് കൊടുത്ത അതേ അനുഗ്രഹം ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കിങ് ജെയിംസ് വെർഷനിൽ 2 പ്രാവശ്യം മാത്രമുള്ള ഒരു വാക്കുണ്ട്, റീപ്ലനീഷ്. റീപ്ലനീഷ്. ആദമിനെ അനുഗ്രഹിക്കുമ്പോൾ റീപ്ലനീഷ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചത്, ആദമേ നീ കണ്ടു കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫ് പ്രൊജക്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലുണ്ട്, വീഡിയോസ് പ്രൊജക്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലുണ്ട്. പ്രൊജക്റ്റ് ചെയ്ത പലയിടങ്ങളിലും പ്രൊജക്ടർ കത്തിയിട്ടുണ്ട്. ഒരിക്കൽ ന്യൂഡൽഹിയിൽ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് ഈ ആഴമായ വിവരമെടുക്കാൻ 1ാമത്തെ കമ്പ്യൂട്ടർ കത്തി, 2ാമത്തെ കമ്പ്യൂട്ടർ കത്തി, 3ാമത്തെ കമ്പ്യൂട്ടർ കത്തി, 4ാമത്തെ കമ്പ്യൂട്ടർ കത്തി, 5ാം കമ്പ്യൂട്ടറിലാണ് ഞങ്ങൾ കാണിച്ചത്. കംപ്ലീറ്റ് ചെയ്ത് ഒരാഴ്ചത്തെ ക്ലാസ് ആയിരുന്നു, 5 ദിവസം 5 എണ്ണം കത്തി. ഒരുപാടിടങ്ങളിൽ ഫ്യൂസ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാടിടങ്ങളിൽ ആളുകൾ ബഹളം വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില ചെകുത്താൻ ബാധിച്ചവരിതിനിടയിലുണ്ട്, അവരങ്ങ് ചൂടാവും, ഇളകുന്നത് കണ്ടിട്ടുണ്ട്. കാര്യം ഒരു പൈശാചികമായ വിഷയത്തെ ഗൗരവമായി തൊട്ട് 2 എണ്ണം പുത്തൻ ദൈവകൃപയിലേക്ക് ഉയരുമെന്ന് കണ്ടാൽ പിശാച് എതിർത്തിരിക്കും. ഞാൻ മുന്നോട്ട് വരട്ടെ. ഇതൊന്നും സാധാരണ പതിവുള്ളല്ലോ. ഇന്ന് 12ാമത്തെ ദിവസമല്ലേ, ഇതുവരെ ശല്യമില്ലായിരുന്നല്ലോ ഇവിടുത്തെ കറണ്ടിന്. ഇന്ന് എന്നെ പറ്റി. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ആർക്കൊക്കെയോ പ്രയോജനപ്പെടണം. നോഹയെ ദൈവം അനുഗ്രഹിച്ചു. റീപ്ലനീഷ്. നോഹെ, നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടിട്ടില്ല, പക്ഷെ നിനക്ക് മുമ്പേ ലൂസിഫറിൻ്റെ സൈന്യം ഈ ഭൂമി മുഴുവൻ ഉണ്ടായിരുന്നു. അവരെ ഞാൻ മാറ്റിയേച്ച നിന്നെ ആക്കിയത്. അതുകൊണ്ട് വീണ്ടും സന്താനപുഷ്ടിയുള്ളവനായി ഭൂമിയെ നിറയ്ക്കുക. അത് ആ അർത്ഥമാണ് റീപ്ലനീഷ്. നോഹയോടും അതേ പദം പറഞ്ഞു, റീപ്ലനീഷ്. നോഹ, നിന്റെ കണ്ണിൻ്റെ മുമ്പിലാണ് മറ്റു ജാതികൾ മാറിയത്. നിന്റെ കണ്ണിൻ്റെ മുമ്പിലാ. വീണ്ടും ഭൂമിയെ നിറയ്ക്ക്. റീപ്ലനീഷ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 6ാം അധ്യായം പറഞ്ഞു, നോഹയുടെ കാലം കഴിഞ്ഞിട്ടും ഇതേ കാര്യങ്ങൾ തുടർന്നു. വീണ്ടും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരുടെ അടുക്കൽ വന്നു. വീണ്ടും പൈശാചിക സംസ്കാരം ഭൂമിയിലേക്ക് വന്നു. തുടങ്ങിയത് നോഹയുടെ വീട്ടിൽ നിന്നാണ്. നോഹ ഇങ്ങോട്ട് ഇറങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ആ ആണ്ടിൽ മുന്തിരിത്തോട്ടം വിളഞ്ഞു. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയാൽ മിനിമം 5 കൊല്ലം കഴിഞ്ഞേ 1ാമത്തെ പഴം ഉണ്ടാകത്തുള്ളൂ. 5 വർഷം കഴിഞ്ഞേ 1ാമത്തെ പഴം. ഒരു മുന്തിരിത്തോട്ടത്തിൽ നിന്ന് സാമാന്യം നന്നായി ഫലം കായ്ക്കണമെങ്കിൽ 10 വർഷം എടുക്കും. നോഹ മുന്തിരിത്തോട്ടം നട്ടു. ആ ആണ്ടിൽ കണ്ടമാനം വിളഞ്ഞു. ആ നന്മ ദൈവം കൊടുത്തതല്ല, അറിഞ്ഞില്ല, ലൂസിഫർ കൊടുത്തതാണ്. വിളയരുതാത്തതുപോലെ വിളഞ്ഞു. പറിക്കരുതാത്തത്രയും പറിച്ചെടുത്തു. പിഴിഞ്ഞെടുക്കരുതാത്തത്രയും പിഴിഞ്ഞെടുത്തു. കുടിക്കരുതാത്തത്രയും കുടിച്ചു. കിടക്കരുതാത്തതുപോലെ കിടന്നു. അയോഗ്യമായത് നോഹയുടെ കയ്യിലെ ബലഹീനതയിൽ സംഭവിച്ചു. കാണരുതാഞ്ഞ മൂത്ത മോൻ വന്ന് തൻ്റെ നഗ്നത കണ്ടു. പുറത്തിറങ്ങി പറയരുതാഞ്ഞ കാര്യം സഹോദരന്മാരോട് പറഞ്ഞു. നോഹ വിവരമറിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഒറ്റ ശാപവും വെച്ചു കൊടുത്തു. എൻ്റെ മൂത്ത മോൻ ശപിക്കപ്പെട്ടവൻ. നമ്മളും ചില സമയത്ത് പാസ്റ്ററെക്കുറിച്ചോ നമ്മുടെ വീട്ടിലെ അപ്പനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അറിയരുതാത്ത ചില കാര്യങ്ങൾ അറിഞ്ഞു പോയാൽ പുറത്തിറങ്ങി ആരോടും പറയരുതെന്നും പറഞ്ഞ് പറയത്തില്ലേ. നോഹയും അതുപോലെ ചെയ്തുള്ളൂ. നോഹയുടെ മക്കളും അത് തന്നെയായിരുന്നു.
മൂത്തവൻ കണ്ടേച്ചു വന്ന് ഇളയവന്മാരോട് പറയണോ? ആരും അറിയണ്ട. ആരോട് പറയാനാ? നമ്മളെ ഉള്ളൂ. ആരും അറിയണ്ട. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ട് അകത്ത്. അപ്പൻ അറിഞ്ഞതോടെ ഒറ്റ ശാപം ശപിച്ചു. നോഹയുടെ മൂത്ത മകൻ കുടുംബത്തോട് വൈരാഗ്യം പുലർത്തി. ചാവീട് ലിഖിതങ്ങൾ പറയുന്നത് ആദമിന് കോട്ട് നോഹയുടെ മൂത്ത മകൻ എടുത്തു. അത് അരിതത്തവൻ്റെ കയ്യിൽ കൈമാറി 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 നിമ്രോദിൻ്റെ കയ്യിലെത്തി. അതാണ് അവന് സിംഹത്തെയും കൊണ്ട് നടക്കാമായിരുന്നത്. അതുകൊണ്ടാണ് അവൻ സിംഹത്തെയും കൊണ്ട് നടന്നത്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, പിന്നെ ഞാൻ വരാമെന്ന്. നിമ്രോദിൻ്റെ കാലമായതോടെ നോഹയുടെ കാലമായതോടെ മനുഷ്യൻ്റെ രണ്ടാമത്തെ വീഴ്ച നടന്നു. ഒന്നാമത്തെ വീഴ്ച എവിടെയായിരുന്നു? ഏദൻ തോട്ടത്തിലായിരുന്നു. ഒന്നാമത്തെ വീഴ്ച കഴിഞ്ഞു. മനുഷ്യൻ്റെ രണ്ടാമത്തെ വീഴ്ച നോഹയുടെ കാലത്താണ്. ജലപ്രളയത്തിന് ശേഷം ദൈവം നോഹയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യനെയും മൃഗങ്ങളെയും ഉണ്ടാക്കിയതിനാൽ ഞാൻ അനുതപിക്കുന്നു. ആകയാൽ നിന്റെ ആയുസ് വെട്ടിക്കുറയ്ക്കുക. രണ്ടാമത്തെ വീഴ്ചയുടെ പരിണിതം നിന്റെ കാലം 120 സംവത്സരമാകും. കാലം വെട്ടിക്കുറച്ചു. വേറെ പലതും നടന്നു. അതിലെ ഒന്നാമത്തേത് കാലം വെട്ടിക്കുറച്ചു. 2, ദൈവത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിൽക്കാനും നിൽക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തു. ഇതുവരെ വേണ്ടാധീനമായിരുന്നു. ഞാൻ ഇന്ന ഭാഗത്ത് തുടരുന്നില്ല. കാലം വെട്ടിക്കുറച്ചു എന്ന് മാത്രം തൽക്കാലം പറയാം. എന്നിട്ട് ജാതികളുമായി ഇടകലർന്ന് ജീവിച്ചോളാൻ അനുവദിച്ചു. അങ്ങനെ പറയാം. ഇവിടെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ജാതികളെന്ന് പറഞ്ഞാൽ എന്തുവാ? മനുഷ്യനുണ്ടാകുന്നതിന് മുന്നമേ, ആദം ഹവ്വമാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ലൂസിഫറിനെ കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലൊരു വിലാപമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ലൂസിഫറിനെ കുറിച്ച് ഒരു വിലാപമുണ്ട്. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ ബലഹീനനായടാ! അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് എങ്ങനെ നിലത്ത് വീണു! ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ താഴെ വീണു! ജാതികളോ മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ലൂസിഫറിൻ്റെ ഭരണകാലം, ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് വെട്ടിയിട്ട കാലം. ഭൂമി ഉണ്ട്, ഇങ്ങോട്ട് അവനെ വിട്ടത്. മനുഷ്യനില്ല, ആദമിനെ ഉണ്ടാക്കിയിട്ടില്ല. ആദമിനെ ഉണ്ടാക്കുന്നതിന് 3.5 ബില്യൺ വർഷങ്ങൾക്ക് പുറകിലത്തെ കാര്യത്തെക്കുറിച്ച് പറയുന്ന പ്രവചന പദമായത് ജാതികളെ താഴ്ത്തിയവനെ. ജാതികൾ എന്ന പ്രയോഗം ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടത്തിന് വിരോധമായി തിരിഞ്ഞ വീണുപോയ ദൂതന്മാരെ കുറിക്കുന്ന പദമാണ്. ജാതികൾ എന്ന വാക്ക് ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടം അനുസരിക്കാതെ ദൈവിക സംസ്കാരം വിട്ടുപോയ ദൂതന്മാരെ കുറിക്കുന്ന പദമാണ്. ആ ദൂതന്മാർക്ക് ഭൂമിയിൽ സ്വാതന്ത്ര്യമായി. അവർ മനുഷ്യനെ, ആണിനെയും പെണ്ണിനെയും വിഡ്ഢിവേഷം കെട്ടിച്ചു. അവർ അവൻ്റെ വേഷത്തിലേക്ക് മാറ്റി. ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടിക്കുക എന്ന പദത്തിന് നാട്ടിൽ പരിചയം ഉണ്ടായിരുന്ന ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു കാക്കയുടെ കയ്യിൽ ഒരു നെയ്യപ്പം കിട്ടിയെന്നായിരുന്നു നാട്ടിലെ കഥ. എങ്ങാണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയതാണ്. അത് നെയ്യപ്പം ചൂടത്തില്ല. ഒരു നെയ്യപ്പം കിട്ടി. ഈ നെയ്യപ്പവുമായിട്ടൊരു കാക്ക ഒരു മരത്തെ കയറിയിരുന്നു. ആ കൂട്ടത്തിലാണ് ഒരു കുറുക്കൻ ഈ മരത്തിൻ്റെ താഴെ വന്നത്. അവന് നെയ്യപ്പത്തിൻ്റെ രുചി അറിയാം, മണം കിട്ടി. നെയ്യപ്പം കാക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷെ കാക്കയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ? കാക്ക മേളിലിരിക്കുക, ഇവൻ കുറുക്കൻ താഴെ ഇരിക്കുക. അപ്പോൾ കുറുക്കൻ താഴെ ഇരുന്നേച്ച് കാക്കയോട് പറഞ്ഞ്, കാക്കയെ, നിന്നെപ്പോലെ സ്വരമാധുരിയിൽ പാടുന്ന പാട്ടുകാർ പക്ഷികളുടെ കൂട്ടത്തിൽ ഇല്ലടാ. ആരണ്ട് നിനക്ക് പാടാൻ അറിയാൻ വയ്യാന്ന് വെറുതെ നിന്നെക്കുറിച്ച് പറഞ്ഞ് നിന്നെ കളിയാക്കിയതാ. എടാ, ഒരു കുയിലും മൈനെ നിൻ്റെ അടുക്ക വരത്തില്ല. നീ ശരിക്കൊരു പാട്ട് പാടിയാൽ അത് നിന്നെ മനോഹരമെന്നറിയാമോ? കാക്ക ഓർത്തട, ഇതെന്തൊരു കളിയാ, ഇതിനു മുമ്പ് ആരും കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ശബ്ദിച്ച ഭോ കാക്ക എന്നും പറഞ്ഞ ആളുകൾ ഓടിക്കുക. എൻ്റെ ശബ്ദം കുറുക്കൻ ഇഷ്ടമാണോ? കുറുക്കൻ പറഞ്ഞ്, എൻ്റെ പൊന്നു കാക്ക, നിൻ്റെ പാട്ട് കേൾക്കാൻ എത്ര നാളായി നടക്കുന്നു, ഒന്ന് പാടറാ, ഞാനൊന്ന് കേൾക്കട്ടെടാ. കുറുക്കൻ അങ്ങ് അഹങ്കരിച്ചു പോയി. ഒറ്റ പാട്ട് ക്രാ. പക്ഷെ ചുണ്ടയിലിരുന്ന നെയ്യപ്പം താഴെ. നെയ്യപ്പം താഴെ വീണതോടെ കുറുക്കൻ അത് എടുത്തേച്ച് പറഞ്ഞു, ശേ, നിന്റെ ആ ശബ്ദം പോടാ. പലതിനെയും അഹങ്കരിപ്പിച്ച് കളിപ്പിച്ച് പിശാച് മുതലെടുക്കും. പലതിനെയും അഹങ്കരിപ്പിച്ച് കളിപ്പിച്ച് പിശാച് മുതലെടുക്കും. നിമ്രോദിൻ്റെ കയ്യിൽ ഈ പുതപ്പെത്തി. നിമ്രോദിൻ്റെ കാലമായതോടെ പ്രപഞ്ച ഭൂമി ഒരു പടി കൂടെ മാറി. നിമ്രോദിൻ്റെ കാലത്തൊരു കണ്ടുപിടുത്തമുണ്ടായി. മാന്ത്രിക ശക്തികളാൽ ആകർഷിക്കാവുന്ന ഒരു കൂട്ടം ദൂതന്മാർ വീണ കൂട്ടത്തിലുണ്ട്.
വീണുപോയ ദൂതന്മാരെന്ന് പറയുന്നത് ഒരുപാട് പേരാ, 1, 2, 10 അല്ല. അശുദ്ധ ശക്തികൾ, തങ്ങൾ ദൈവങ്ങൾ എന്ന് സ്വയം വിളിക്കുന്ന വീണുപോയ അശുദ്ധ ശക്തികൾ ധാരാളമുണ്ട്. അതിൽ പലതിനെയും മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കാം. നിമ്രോദിൻ്റെ കാലത്ത് അവരൊരു തീരുമാനമെടുത്തു, നമുക്ക് മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കാവുന്ന ശക്തികളുമായി ബന്ധം പുലർത്താം. അങ്ങനെ ആ പൈശാചിക ശക്തികളെ കൊണ്ടുവന്ന് ഈ ഭൂമിയുടെ ഭരണം അവർക്ക് കൈമാറാം. ദൈവത്തെ ഇവിടെ വേണ്ട, ഇവിടെ ദൈവത്തെ വിട്ട ശേഷം ഭൂമിയുടെ ഭരണം പൈശാചിക ശക്തികൾ എടുക്കട്ടെ, നമുക്ക് ഭരിക്കാം, നാം മിടുക്കരാം. അന്ന് ഭൂമിയിലുള്ള എല്ലാ വർഗങ്ങളും ചേർന്നു. അതുവരെയും മനുഷ്യനെന്ന് മാത്രമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. ജാതികൾ എന്നൊരു പദം മനുഷ്യനെ കുറിച്ചില്ല. ജാതികളെന്ന് ഉച്ചരിച്ചത് ദൂതന്മാരെ കുറിച്ച് മാത്രമാണ്. മനുഷ്യനെക്കുറിച്ച് ജാതികൾ എന്നൊരു പദം ഉൽപ്പത്തി 11-ാം അധ്യായം വരെ ഇല്ല. 11-ാം അധ്യായത്തിൽ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്നവർ അതാത് ദേശങ്ങളിൽ വീണുപോയ ദൂതന്മാർ കൊടുത്ത പൈശാചിക ചിഹ്നങ്ങൾ കളക്ട് ചെയ്തു. അവർ പറഞ്ഞു, നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് കൂടാം, ഈ ചിഹ്നങ്ങൾ ഒരുമിച്ച് പിശാചിൻ്റെ മുമ്പിൽ ഉയർത്താം. ആ ശക്തികൾ ആകർഷിക്കപ്പെട്ട് ഭൂമിയിലേക്ക് വരട്ടെ. അങ്ങനെ ആ ശക്തികളെ ആകർഷിക്കേണ്ടതിന് ബാബേൽ ഗോപുരം പണിയാൻ തീരുമാനിച്ചു. ആകാശത്ത് മുട്ടുന്ന ഒരു ഗോപുരം പണിയാമെന്നാണ് ബൈബിളിൽ കാണുന്നത്. ആകാശത്ത് മുട്ടുന്ന, ആകാശത്ത് എന്ന് മുട്ടാൻ അവിടെ ഒന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയത്തില്ലേ? ചെന്ന് മുട്ടാൻ ആകാശത്തൊന്നും ഇല്ലെന്ന് അന്നും അറിയാം, ഇന്നും അറിയാം. അവരുടെ അറിവ് നമ്മളെപ്പോലല്ല. ഇഷ്ടികയും കളിമണ്ണും ഉപയോഗിച്ച് മേഘമണ്ഡലത്തിൻ്റെ മീതെ കയറുന്ന, ആകാശം വരെ എത്തുന്ന ഒരു ഗോപുരം പണിയുവാനുള്ള ടെക്നോളജിയും നോഹവും ടെക്നിക്കും അവരുടെ ഉണ്ട്. ഇന്നത്തെ മനുഷ്യൻ വിറച്ച് താഴെ പോവും. ഇഷ്ടികയും കളിമണ്ണും മാത്രം ഉപയോഗിച്ച് ആകാശത്തിലെ മേഘങ്ങൾക്ക് മീതെ ഉയരുന്ന, ആകാശത്ത് മുട്ടുക എന്ന് അവർ പറയുന്ന ഒരു ഗോപുരം പണിയുവാൻ ആവശ്യമുള്ള ടെക്നോളജി അവരുടെ ഉണ്ട്. ഇന്നില്ല, ഇന്നത്തേതിനേക്കാൾ വലുതുണ്ട്. അവരത് തീരുമാനിച്ചു. അവർക്കറിഞ്ഞുകൂടെ ചെന്ന് മുട്ടാൻ ആകാശം എന്ന് പറയുന്നൊന്നും ഇല്ലെന്ന്? പിന്നെ എന്നാ അത്? വേദപുസ്തകത്തിൽ അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നോഹ നീതിമാനായിരുന്നുവെന്ന് പറഞ്ഞിടത്ത് നീതിമാൻ എന്നതിന് ഒറിജിനാലിറ്റി സൂക്ഷിക്കുന്ന എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇതുപോലെ നോഹയുടെ പെട്ടകത്തെക്കുറിച്ചും ഉപയോഗിച്ചിരിക്കുന്ന പദം തമാശ. ആകാശത്തിൻ്റെ ഉയരത്തിൽ മേഘമണ്ഡലങ്ങൾക്ക് മുകളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതും മാന്ത്രിക ശക്തികളാൽ ആകർഷിക്കപ്പെടാവുന്നതുമായ ആ ശക്തികളെ സ്വാധീനിക്കുന്ന ഒരു ഉയർന്ന ഗോപുരം. മുട്ടുക എന്ന പദമാണ് തർജ്ജമ ചെയ്ത് പിടിപ്പിച്ചത്. ശക്തികളെ സ്വാധീനിക്കുക എന്ന ആക്ച്വൽ ഒറിജിനൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആകാശത്തെ മേഘമണ്ഡലങ്ങൾക്ക് മുകളിൽ മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടാവുന്ന ആ ആകാശത്തെ, ആ സ്വർഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഗോപുരം പണിയാം. ആ ഗോപുരത്തെക്കുറിച്ചുള്ള കണക്കുകൾ പഠിപ്പിക്കുന്നത് 10 കിലോമീറ്റർ ഉയരമെന്ന. 10 കിലോമീറ്റർ. ഇന്ന് ഭൂമിയിൽ നിലവിലുള്ള ഏറ്റവും ഉയർന്ന ഗോപുരം ബുർജ് ഖലീഫ എന്ന കെട്ടിടമാണ്. അത് 1 കിലോമീറ്ററിന് താഴെയുള്ളൂ. 1 കിലോമീറ്റർ പണിയാവുന്ന ഇന്ന് വരെ ഭൂമിയിലില്ല. ബുർജ് ഖലീഫ അവർ പണിതതോടുകൂടെ ജപ്പാൻ ശാസ്ത്രജ്ഞന്മാർ ചൂടായി. ജപ്പാൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ ഞങ്ങളാ. അവന്മാർ 1 കിലോമീറ്റർ പണിതോ, ഞങ്ങൾ 4 കിലോമീറ്റർ പണിയും. 4 കിലോമീറ്റർ പണിയും. അവർ പണി ആരംഭിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവം ഉണ്ടാക്കിയ കോസ്മോസ് ഉണ്ടല്ലോ, അതിന് 4 കിലോമീറ്റർ ഇല്ല. സിമെന്റ് സെറ്റാകത്തില്ല, വെൽഡിംഗ് മെഷീൻ വർക്ക് ചെയ്യത്തില്ല, ആളുകൾക്ക് അവിടെ പോയി ജോലി ചെയ്യാനൊക്കത്തില്ല. അവർക്ക് പണിയാവുന്നതിൻ്റെ പരമാവധിയാണ് ദുബായിൽ പണിതത്. ജപ്പാൻ ശാസ്ത്രജ്ഞന്മാർ 4 കിലോമീറ്റർ ഉയരമുള്ള ഒന്ന് പണിയാൻ തീരുമാനിച്ചേച്ച് അവരുടെ വെബ്സൈറ്റിലോട്ട് പോസ്റ്റ് ചെയ്തു, എക്സീഡ് 4000 എന്ന പേരിൽ. എക്സീഡ് 4000, X-Seed 4000. എന്നെങ്കിലും ശാസ്ത്രം വളരുന്ന കാലത്ത് ഞങ്ങൾ പണിതുകളെയും ഇടാന്ന്. ഇന്ന് വരെ പണിതിട്ടില്ല, ഈയിടെ പണിയത്തുമില്ല. ഇതാണ് സാഹചര്യമെങ്കിൽ 10 കിലോമീറ്റർ എവിടെ കൊണ്ട് പണിയാനാ? ആരുടെ ടെക്നോളജിയാ? അത് പണിയാൻ തീരുമാനിച്ചപ്പോഴാണ് യഹോവയായ ദൈവം പണി കാണാൻ ഇറങ്ങി വന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന പൈശാചിക ചിഹ്നങ്ങൾ ഒരുമിച്ച് ചേർത്ത്
ഈ 11 കിലോമീറ്റർ അല്ലെ 10 കിലോമീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിൽ വെച്ച് പിശാചിനെ ആകർഷിക്കുവാൻ അവർ ചെയ്തതാണ്. അവനവൻ്റെ അതാത് പിശാചുക്കളുടെ ചിഹ്നങ്ങൾ അവരവരെ ആകർഷിക്കും. ഇന്ത്യയുടെ ഒരു കൊടി എവിടെയെങ്കിലും കണ്ടാൽ എനിക്കതിനോട് എന്തോ നമുക്കൊക്കെ അറിയാത്തൊരു സ്നേഹമുണ്ട്. ബാംഗ്ലൂരിലെ ബെഥേൽ ചർച്ചിന് ഞങ്ങളുടെ സ്വന്തമായ ഒരു കൊടിയുണ്ട്. ആ കൊടി എവിടെയെങ്കിലും കണ്ടാൽ എനിക്കതിനോടൊരു സ്നേഹമുണ്ട്. എൻ്റെ അപ്പൻ്റെ ഫോട്ടോ എവിടെയെങ്കിലും കണ്ടാൽ എനിക്കതിനോടൊരു സ്നേഹമുണ്ട്. ഇതുപോലെ അതാത് വീണുപോയ പൈശാചിക ശക്തികൾക്ക് അവരവരുടെ ചിഹ്നങ്ങൾ കാണാൻ ഒരു താല്പര്യമുണ്ട്. അത് മേളിക്കൊണ്ട് വെക്കാമെന്നാണ് പറഞ്ഞ്. അങ്ങനെ ലോകത്തിൻ്റെ കീഴിലുള്ള സകല ജാതികളും ഒരുമിച്ച് കൂടി. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് നിർത്തും. ഈ മൂന്നാമത്തെ വീഴ്ച തീർത്തേച്ച്. ഭൂമിയിലുള്ള സകല ഇടങ്ങളിൽ നിന്നും മനുഷ്യർ അതാത് ഇടങ്ങളിൽ ആരാധിച്ചു വന്നിരുന്ന ആരാധനാ മൂർത്തികൾ വീണുപോയ ദൂതന്മാരുടെ ചിഹ്നങ്ങളുമായി ഒന്നിച്ചു വന്നു. ഈ ഗോപുരത്തിൻ്റെ മുമ്പിൽ അവയെ വെക്കുവാനായിരുന്നു തീരുമാനം. യഹോവയായ ദൈവം പണി കാണാൻ ഇറങ്ങി വന്നു. യഹോവ കണ്ടേച്ചു പറഞ്ഞു, മനുഷ്യൻ എന്തു ചെയ്യാൻ ആഗ്രഹിക്കും അവന് സാധിക്കും. കാര്യം ദൈവം സഹായിക്കാതെ അവനെ സഹായിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ആ പൈശാചിക ശക്തി ഇവനെ സ്വാധീനിച്ചു. ഇവൻ അതിന് അടിമപ്പെട്ടു. ആകയാൽ ഈ കെട്ടിടത്തിൻ്റെ പണി ഇവിടം കൊണ്ട് നിർത്തുക. പോൾ യോങ്കിച്ചാവ് പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട്. പോൾ യോങ്കിച്ചാവ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു ക്രീപ്പർ, എന്തോ ഇഴഞ്ഞ് നടക്കുന്ന ചെടികളുണ്ടല്ലോ, നമ്മുടെ കുരുമുളക് പോലെ ഇഴഞ്ഞ് പാവല് പോലെ വള്ളിച്ചെടികളുണ്ട്. അതിൻ്റെ അരികിൽ ഒരു കമ്പ് നാട്ടിക്കൊടുത്താൽ അത് ആ കമ്പെ പിടിച്ച് മുകളിലോട്ടങ്ങ് കയറും. ഇല്ലെങ്കിൽ ഇങ്ങനെ പതറി നടക്കും. എന്നിട്ട് ഒരു 2 ഇഞ്ച് 4 ഇഞ്ച് തല മേലോട്ട് വരും, പിന്നെയും താവോട്ടങ്ങ് പോകും, പിന്നെയും മേലോട്ട് വരും. അങ്ങനെ ഭൂമി കൂടെ വലിയേ ഉള്ളൂ. ഒരു കമ്പ് നാട്ടിയെങ്കിലേ മേളിൽ കയറത്തുള്ളൂ. എനിക്ക് ദൈവത്തിങ്കിൽ നിന്നൊരു കൃപ വേണമെങ്കിൽ ദൈവമായി എന്നെ വളർത്തണം. എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടൊക്കത്തില്ല. മാനസിക ശക്തിയാണ് മനഃശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളമാണ്. മനുഷ്യൻ ഉയരാവുന്ന ഒരളവുണ്ട്, അതിൻ്റെ മേളിലോട്ട് ഉയരത്തില്ല. ഞാനൊരു നല്ല ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഇപ്പം പറയാം. കൊല്ലത്ത് TKM കോളേജിലെ എഞ്ചിനീയർ ആയിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആത്മവിവശതയിൽ ആളുകൾ വീഴുന്നത് വെറും മനഃശാസ്ത്രത്തിൻ്റെ പ്രമാണമാണ്. അത് എം.എ. വർഗീസ് ദൈവത്തിൻ്റെ ആണെന്ന് നിങ്ങൾ ആരെയും പറഞ്ഞ് കളിപ്പിക്കരുത്. വെറും മനഃശാസ്ത്രജ്ഞന് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരാളിനെ താഴെ വീഴിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഞാനിവിടെ നിൽക്കുമ്പം സാറിനൊന്ന് വീഴിക്കാമോ? പുള്ളി പറഞ്ഞു, ഞാൻ വീഴിക്കാറുണ്ട്. ഞാൻ അങ്ങനെ വീഴിക്കാറുണ്ട്. എം.എ. വർഗീസ് എന്ന ഞാനും കൂടെ നിൽക്കുമ്പം സാറിനൊന്ന് വീഴിക്കാമോ? TKM കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു. വീഴിക്കാം. ഞാൻ എത്ര നേരം എടുക്കും? എന്നോട് പറഞ്ഞു 3 മിനിറ്റ്. ഞാൻ പറഞ്ഞു 30 മിനിറ്റ് എടുക്കും. ഞാനിവിടെ നിൽക്കുമ്പം. അതെന്താ പക്ഷേ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കുമ്പം പിശാച് വരത്തില്ല, അതുകൊണ്ടാണ്. ഞാൻ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പിശാച് അടുക്കൽ. ആ പുള്ളിക്കാരൻ തിരുവത്താഴം വാങ്ങി ചവയ്ക്കുന്ന പെന്തക്കോസുകാരനാണ്. പൈശാചിക ശക്തിയിലാണ് അയാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അയക്ക് ഇഷ്ടപ്പെടത്തില്ല. അയാളങ്ങ് ചൂടായി. ഞാൻ പറഞ്ഞു, ഒന്ന് കാണീര് സാറേ. അത് കഴിഞ്ഞല്ലേ ഒരു 3-4 ആളുകളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മുറിക്കകത്ത് കയറി. ഞാൻ പറഞ്ഞു, ആദ്യം ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ റൂമിനകത്തൊരു പൈശാചിക വ്യാപാരം അടുക്കാതെ ഞാൻ ഈ റൂമിനെ സീൽ ചെയ്യുന്നു, യേശുവിൻ്റെ രക്തത്തിൽ മറയ്ക്കുന്നു. അപ്പം സാറ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. 3 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു. സാറിനെ വിറയ്ക്കാൻ തുടങ്ങി, വേർക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി സാറേ? എന്നെ പറ്റി സാറിൻ്റെ മനഃശാസ്ത്രം ഇടോ. ഒന്നുകിൽ നാം ദൈവകൃപയിൽ ഉയരും, അതിന് ദൈവപ്രമാണത്തിൽ വരണം. ഇല്ലെങ്കിൽ പൈശാചിക ശക്തിയിൽ ഉയരും. അവന് പ്രത്യേക പ്രമാണമൊന്നുമില്ല. നമ്മൾ അറിയാതെ അവൻ നമ്മളെ വഞ്ചിക്കും. നമ്മളോട് ഇതൊന്നും പറയാതെ അവൻ നമ്മളെ വഞ്ചിക്കും. വഞ്ചിച്ചാണ് ഉയർക്കുന്നത്. ഞാൻ ആ സാറിൻ്റെ കാര്യം കൂടുതൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം തീ വെന്തു മരിച്ചു എന്നൊക്കെയാണ് എൻ്റെ കേൾവി. കാര്യം പരിശുദ്ധാത്മാവിനോട് കാര്യമായി എതിർത്ത് നിന്ന ഒരു മനുഷ്യനാണ്. തീ വെന്തു മരിച്ചു എന്നാണ് എൻ്റെ കേൾവി. എനിക്കതിൽ കൂടുതൽ അറിഞ്ഞുകൂടാ. തനിക്ക് സ്വന്തം ഫാക്ടറികൾ ഉണ്ടായിരുന്നത് മുഴുവനും പോയി, എല്ലാം കഴിഞ്ഞു. ദൈവശക്തിയെ മനഃശാസ്ത്രവുമായി തരം താഴ്ത്തിയതാ. മനഃശാസ്ത്രമുണ്ട്, അതിനൊരു കഴിവുണ്ട്. ഒരു കുരുമുളകിൻ്റെ ചെടി നട്ടാൽ അത് കുറച്ചുയരും, അത് കഴിയുമ്പോൾ തന്നെ താഴെ വീഴും. മേളിലോട്ട് പോകണമെങ്കിൽ അതിനൊരു സപ്പോർട്ട് വേണം. ഒന്നുകിൽ ഞാൻ കൊടുക്കുന്ന ഒരു സപ്പോർട്ടായിരിക്കണം, അത് ദൈവശക്തിക്ക് തുല്യമായി അതിലൂടെ കയറും. ഇല്ലെങ്കിൽ പിശാചൊരു സപ്പോർട്ട് കൊടുക്കും. അത് പിശാചിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാൽ അതിന് ദൈവവ്യവസ്ഥ വേണ്ട.
അതിനെ മനഃശാസ്ത്രമെന്ന് വിളിച്ചെന്ന് വരാം. ഓൾ റൈറ്റ്. യഹോവയായ ദൈവം പണി കാണാൻ ഇറങ്ങി വന്നു. മനുഷ്യൻ എന്ത് വിചാരിച്ചാലും സാധിക്കും. കാര്യം അവനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ജാതി ശക്തിയുണ്ട്, പൈശാചിക ശക്തിയുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു, മനുഷ്യൻ്റെ ഭാഷ കലക്കി. അവിടെ വെച്ച് മൂന്നാമത്തെ വീഴ്ച നടന്നു. ആവർത്തന പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത്, അവൻ ജനത്തെ ചിതറിച്ചു, ചിഹ്നിച്ചു, ജാതികൾക്കായി വിട്ടുകൊടുത്തു, വിറ്റുകളഞ്ഞു. നിങ്ങളിൽ ഒരുത്തന് ആ പിശാചിനെയാണ് വേണ്ടത്, നീ പോയി അവനെ അങ്ങ് സേവിക്ക്, ഞാൻ അവന് കൊടുത്തു. നാളെ രാവിലെ ഞാൻ എൻ്റെ വാക്യങ്ങൾ ഉദ്ധരിക്കാം. നീ ഇവനെയാണ് ഇഷ്ടമല്ല, ഇവൻ്റെ പുറകെ പോ. ഇവൻ്റെ ചിഹ്നങ്ങളിൽ കൊണ്ടുമല്ലേ അവൻ വന്നത്, അവൻ്റെ പുറകെ പോ. വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കും. ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13 വിശുദ്ധ പൗലോസ് പറയുന്നത്, മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കും. നീ ആ ദൂതൻ്റെ രൂപവുമായി വന്നു, നീ പോയി അവൻ്റെ ഭാഷ സംസാരിക്കാൻ. ഞാൻ നിന്നെ വിറ്റിരിക്കുന്നു, പോ, ഞാൻ നിന്നെ വിറ്റിരിക്കുന്നു. ദൈവം ജാതികൾക്ക് വേണ്ടി മനുഷ്യനെ വിറ്റു. ഇതേ സമയം അബ്രഹാം എന്നു പേരുള്ള ഒരാളിനെ വിളിച്ചു. മനുഷ്യൻ്റെ മൂന്നാമത്തെ വീഴ്ചയിൽ ഒന്ന്, ഭൂഖണ്ഡങ്ങൾ. അതുവരെ ഭൂമി ഒന്നായിരുന്നു. വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു, അതിന് സമുദ്രം എന്ന് പേരിട്ടു. ഒറ്റ സമുദ്രമേ ഉള്ളായിരുന്നു. ശിഷ്ടമുള്ള ഭാഗത്തെ കര ഭൂമി എന്ന് വിളിച്ചു, ഒരു ഭാഗത്തെ സമുദ്രം എന്ന് വിളിച്ചു. എന്നാൽ ബാബേൽ കോട്ടയെങ്കിൽ ഐലൻഡ്സ്, സബ് കോണ്ടിനൻസ്, കോണ്ടിനൻസ്, സബ് കോണ്ടിനൻസ്, ഐലൻഡ്സ് എന്നിങ്ങനെ ദൈവം ഭൂമിയെ അടിച്ചുടച്ച് സമുദ്രത്തെ ഇടയ്ക്ക് കയറ്റി ഛിന്ന ഭിന്നമാക്കി പിരിച്ചുവിട്ടു. മനുഷ്യനെ പിരിച്ചുവിട്ടു. അതാത് ദൈവങ്ങളുടെ രൂപങ്ങൾ നീ ധരിച്ചു. അതാത് ദൈവങ്ങളുടെ സ്വഭാവം നിനക്കിരിക്കട്ടെ. അതാത് ദൈവങ്ങളുടെ പേരുകൾ ആ കൂട്ടത്തിൽ വ്യത്യസ്ത ദേവന്മാരുടെ പേരിൽ, ദേവിമാരുടെ പേരിൽ ജാതികളായി വേർതിരിഞ്ഞു. നാളെ രാവിലെ ആയിട്ട് നമുക്ക് ആ വാക്യങ്ങൾ എടുക്കാം. ആവർത്തനത്തിലും സങ്കീർത്തനത്തിലും വ്യക്തമാക്കി ജാതികൾക്ക് വേണ്ടി വിട്ടുകളഞ്ഞു. എന്നാൽ അബ്രഹാം എന്ന ഒരുത്തനെ വിളിച്ച് വേർതിരിച്ചു വെച്ച് പറഞ്ഞു, അത് മുഴുവനും ജാതികളുടെ അവകാശം. പോട്ടെ, ഒരു വാക്യമുണ്ട്, മഹോന്നതൻ ജാതികൾക്ക് അവകാശം തീരുമാനിച്ചപ്പോൾ, മലയാള വേദപുസ്തകം എഴുതിയിരിക്കുന്ന ഇസ്രയേലിൻ്റെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം അവരുടെ അതിരുകളെ തീരുമാനിച്ചെന്നാ. അങ്ങനെ അല്ല വേദപുസ്തകത്തിൽ, അത് മലയാളത്തിലെ തെറ്റുപറ്റിയതാ. As per the number, sons of God, according to the number of the sons of God. വീണുപോയവരെ വിളിക്കുന്ന ഒരു പേരാണ് സൺസ് ഓഫ് ഗോഡ്, ദൈവപുത്രന്മാർ. വീണുപോയ ദൂതന്മാരുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവകാശം തീരുമാനിച്ചു പറഞ്ഞു, പോയി സേവിക്ക്, നിന്നെ അങ്ങ് വിട്ടു. ഞാൻ ഈ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഒരു ഉദാഹരണം ചർച്ചയിൽ പറഞ്ഞു. 5-6 പെൺപിള്ളേരുള്ള ഒരു അപ്പൻ വീട്ടിലുണ്ടായിരുന്നു. ഒരു അപ്പൻ്റെ വീട്ടിൽ 5-6 പെൺപിള്ളേരുണ്ട്. അപ്പൻ വീട്ടിലുള്ളപ്പോൾ ഈ പിള്ളേർ, ചുമ്മാ ഒരു ഉദാഹരണമാണ്, അപ്പൻ വീട്ടിലുള്ളപ്പോൾ ഈ പിള്ളേരെല്ലാം മാന്യരാ, മര്യാദക്കാരാ, എല്ലാം അപ്പനോടുള്ള ഭക്തിയിലൊക്കെ കഴിയുക. പക്ഷെ അപ്പൻ്റെ കണ്ണ് വെട്ടുമ്പോൾ ആ പയ്യൻ്റെ പുറകെ ഒന്നും, ഈ പയ്യൻ്റെ ഒന്നും, അങ്ങപ്പുറത്തെ പയ്യൻ്റെ പുറകെ ഒന്നും ഒക്കെ ഇങ്ങനെ ഏറുകണ്ണിട്ട് നോക്കുകയും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ SMS അടിക്കുകയും മൊബൈൽ ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്നുള്ളത് അപ്പന് പിടി കിട്ടി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അവനെയല്ലേ വേണ്ട, പോ, എൻ്റെ വീട്ടിലോട്ട് വരണ്ട, നീയും പോ, നിന്റെ കൊതി തീരുന്ന ഒരു കാലമുണ്ട്, അന്ന് ഞാൻ തിരിച്ചു വിളിച്ചോളാം, അതുവരെ പോ. എല്ലാത്തിനെയും പറഞ്ഞു വിട്ടു. ഇതുപോലെ ദൈവം ജനത്തെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു. മനുഷ്യൻ്റെ മൂന്നാമത്തെ വീഴ്ചയാണ്. ഐലൻഡ്സ്, കോണ്ടിനൻസ്, സബ് കോണ്ടിനൻസ് എന്നിങ്ങനെ ഭൂമിയെ വിഭജിച്ചു. വ്യത്യസ്ത ദൈവങ്ങളെ സേവിച്ചോളാൻ പറഞ്ഞവരെ വിറ്റു. അങ്ങനെ എഴുതിയിരിക്കുന്നത്, വിറ്റു, പൊക്കു. ഒരു വിരോധവും ഇനി നിങ്ങളോട് ചോദിക്കാൻ വരത്തില്ല. അബ്രഹാമിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, നീ എൻ്റെ സ്വന്തമാണ്, നിനക്ക് ഞാനൊരു കുറച്ച് സ്ഥലം തരാം, ഫ്രാത്ത് മുതൽ മഹാനദി വരെ. ആ ദേശത്ത് എൻ്റെ പ്രമാണം സൂക്ഷിച്ച് ജീവിച്ചോണം. എൻ്റെ പുത്രനാകുന്ന ക്രിസ്തു നിന്നിലൂടെ ജനിക്കും. ഇന്ന് വിറ്റുകളഞ്ഞ ജനത്തെ വീണ്ടുകൊള്ളും. ഇന്ന് ഭിന്നിപ്പിച്ച ഭാഷ അന്നൊരിക്കൽ ഞാൻ തിരിച്ചു യോജിപ്പിക്കും. ഇന്ന് തകർത്ത് കളഞ്ഞതിനെ അന്നൊരിക്കൽ ഒരുമിപ്പിക്കും. അതുവരെ നീ എൻ്റെ ജനം, നിൻ്റെ മക്കൾ എൻ്റെ മക്കൾ. എൻ്റെ ദേശത്ത് ഞാൻ തരുന്ന ഇടത്ത് എൻ്റെ പ്രമാണം അനുസരിച്ചോണം. മറ്റവർക്ക് എന്തും അനുസരിക്കാം, മറ്റവർക്ക് ചോദിക്കാൻ വരുന്നില്ല, അവരെന്തു ആകട്ടെ.
നീ എൻ്റെ പ്രമാണം അനുസരിച്ചോണം, എൻ്റെ പ്രമാണത്തിൽ നിന്ന് മാറരുത്. നിങ്ങൾ ആകാശദേവന്റെ മുമ്പിൽ പോകരുത്. നിന്റെ സന്തതി നക്ഷത്രങ്ങളെ നമസ്കരിക്കരുത്. അതൊക്കെ അവർ ചെയ്തോട്ടെ. നിന്നെ വിറ്റതല്ല, അതുകൊണ്ട് നീ അത് ചെയ്താൽ നിനക്ക് ശിക്ഷയുണ്ട്, നിന്നെ ശിക്ഷിക്കും. നീ അവൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്, ഉപയോഗിച്ചാൽ നിനക്ക് ശിക്ഷയുണ്ട്, കാര്യം നിന്നെ വിറ്റതല്ല. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് സ്വന്തമായി ഒരു കുറച്ച് സ്ഥലം തരാം. ഇനി ആ സ്ഥലത്തിൻ്റെ വലിപ്പം, നമ്മുടെ ആകെ ഭൂഗോളം എടുത്ത് അതിൻ്റെ കര 70% വെള്ളമാണ്, 30% ഉള്ളു കര. ഈ 30% കരയെടുത്ത് 25 ലക്ഷമായി പകുത്താൽ, അപ്രോക്സിമേഷനാണ്, ആവറേജാണ് ഞാൻ പറയുന്നത്, എക്സാക്റ്റ് എമൗണ്ട് അല്ല, ഏതാണ്ട് 25 ലക്ഷമായി പകുത്താൽ അതിൽ ഒരു ഭാഗമാണ് അബ്രഹാമിന് കൊടുത്തത്. ഈ ഭൂമിയുടെ കരഭാഗത്തിൻ്റെ 25 ലക്ഷത്തിൽ 1 അബ്രഹാമിന് കൊടുത്തേച്ച് പറഞ്ഞു, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള ഈ സ്ഥലം നീ വെക്ക്. നിന്നേക്കാൾ ഉന്നതമായൊരു ജാതി ഉണ്ടാകത്തില്ല, ഇത് എൻ്റെ ജനമാ. ഭൂമിയിലുള്ള ഏറ്റവും ഉന്നതന്മാരായ ശാസ്ത്രജ്ഞന്മാർ, മാത്തമാറ്റീഷ്യൻസ്, സാമ്പത്തിക ശേഷിയുള്ളവർ, കഴിവുള്ളവർ മുഴുവനും നിന്നിൽ നിന്ന് എഴുന്നേൽക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. എനിക്കധികം വേണ്ട അബ്രഹാമേ, 25 ലക്ഷത്തിലൊരു ഭാഗം മതി, അതുകൊണ്ട് നിന്നെ വളർത്താൻ എനിക്കറിയാം, പിടി, അത് പിടി. അബ്രഹാമിൻ്റെ കാലത്ത് എഴുതപ്പെട്ട വചനം രംഗത്ത് വന്നില്ല. മോശയുടെ കാലമായതോടെ എഴുതപ്പെട്ട വചനം പുറത്തു വന്നു. എഴുതപ്പെട്ട വചനത്തിൽ മോശ എഴുതി വെച്ചു, ഈ പ്രമാണം അനുസരിക്കാത്തവനെ അമ്പെയ്തോ കല്ലെറിഞ്ഞോ കൊന്നേക്കണം, അവനെ ഈ 25 ലക്ഷത്തിലൊന്ന് ഭൂമി ഉണ്ടത് കണ്ടേക്കരുത്, വേണ്ട, ദൈവപ്രമാണം അനുസരിക്കുന്നവനെ മതി. മൂന്നാമത്തെ വീഴ്ചയിൽ ഒന്ന്, ദൈവം ജാതികൾക്കായി വിറ്റു. ഇതിൻ്റെ മറുവശം തൊട്ടേച്ച് ഞാൻ ഇവിടെ നിർത്താൻ പോവുക. അബ്രഹാമിൻ്റെ സന്തതിയായി യേശു ജനിച്ചു. നാളെ നമ്മൾ തിരിച്ചിവിടെ വരും, ഇവിടെ നിന്നായിരിക്കും പോകുന്നത്. അബ്രഹാമിൻ്റെ സന്തതിയായി യേശു ജനിച്ചു. യേശു ഒരു കൂട്ടം ജനത്തെ ശിഷ്യന്മാരായി വേർതിരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറ, അങ്ങയുടെ രാജ്യം വരണമേ. മോനെ, ഞാൻ ലൂസിഫറിനെ ഈ ഭൂമിയിലാക്കിയ അതിനാ, ആദാമിനെ ഈ ഭൂമിയിലാക്കിയത് അതിനാ, നോഹയെ ഈ ഭൂമിയിലാക്കിയത് അതിനാ, അബ്രഹാമിനെ ഈ ഭൂമിയിലാക്കിയത് അവന് കൊടുത്തിരിക്കുന്ന ദേശത്ത് ദൈവരാജ്യം കൊണ്ടുവരാനാ. പക്ഷെ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെ പോയി പ്രസംഗിക്കണം. ഞാൻ വിറ്റുകളഞ്ഞ ജനമുണ്ടല്ലോ, അവർക്ക് മടങ്ങി വരാനുള്ള അവസരം. ഞാൻ ജാതികൾക്ക് വിട്ടുകളഞ്ഞ ജനമുണ്ടല്ലോ, അവർ തിരിച്ചു വരുവാൻ ഞാൻ കാൽവരിയിൽ വില മുടക്കുകയാ. വില വാങ്ങാതെ നിങ്ങളെ വിറ്റു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. സകല ഭൂസീമവാസികളുമേ, ജാതികളുടെ നാനാഭാഗങ്ങളിലേക്കും ചിതറപ്പെട്ടവരെ, എങ്കലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള വില മുഴുവൻ ഞാൻ കൊടുത്തിരിക്കുന്നു, നിങ്ങൾ മടങ്ങി വരിക. ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നാളെ നമ്മളവിടെ വിശദീകരിക്കും. ആ വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം പോകും. ലോകത്തിൻ്റെ അറ്റത്തോളം പോകും. സകല ജാതിയോടും സകല ദീപസമൂഹങ്ങളിലും സകല കുടുംബക്കാരോടും ഈ സുവിശേഷം വിളിച്ചു പറയും. പെന്തക്കോസ്തിൻ്റെ നാളിൽ ആത്മാവിൻ്റെ ശക്തി വന്ന അന്ന് ഭാഷയെ തിരുത്തിക്കളഞ്ഞവൻ ഓരോ ദേശനിവാസികൾ വന്നവർക്ക് മനസ്സിലാകത്തക്കവണ്ണം അന്യഭാഷ സംസാരിപ്പിച്ചു. ഇന്നങ്ങനെ അന്യഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയും. സത്യമാണ്, ഞങ്ങൾക്കറിയാം മനസ്സിലാകുന്നില്ലെന്ന്. കാര്യം അത് അന്യഭാഷയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിന് വേണ്ടി ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ചെയ്ത സംഭവമാണ്. അത് അന്യഭാഷയാണ്, ദൈവികമാണ് എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ചെയ്ത സംഭവമാണ്. പിന്നെ ഒരിക്കലും ആ സംഭവം ആവർത്തിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അന്ന് ഭൂമിയിലുള്ള എല്ലാവർക്കും ആ ഭാഷ മനസ്സിലായി. അറ്റം വരെ പ്രസംഗിക്കാൻ അയച്ചു. പത്രോസ് 11 അപ്പോസ്തലന്മാരോട് കൂടെ എഴുന്നേറ്റുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ ആത്മാവെന്ന വാഗ്ദത്തം ലഭിക്കും. മറ്റ് പല വാക്കുകളാലും പ്രബോധിപ്പിച്ചേച്ച് പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഈ ജാതീയത നിങ്ങൾക്കരുത്.
ജാതികളിൽ കാണുന്നത് നിങ്ങളിൽ കാണരുത്. നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മാർഗത്തിലായിരുന്നു, ആ മാർഗത്തിൽ മടങ്ങി വരിക. എനിക്ക് തോന്നുന്നു ഒരു നീണ്ട 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 ക്ലാസ്സിൻ്റെ ആദ്യത്തെ പകുതി ഇന്ന് പകൽ കൊണ്ടുവരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ദയവായിട്ട് എന്നോട് ആർക്കും വിരോധം തോന്നരുത്. നീണ്ട വർഷങ്ങളുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചരിത്രത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചത് ദൈവത്തിൻ്റെ ദാസൻ എന്ന പദവിയിൽ സഭയുടെ മുമ്പിൽ ഞാൻ നിർവഹിക്കുക. ഇത് പഠിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകണം, പഠിപ്പിക്കുന്നവർ ധാരാളം ഉണ്ടാകണം. യേശുവിൻ്റെ മടങ്ങിവരവിന് മുന്നമേ ലോകം രക്ഷയിലേക്ക് വരണം. മുഴുവൻ ആളുകളും വരത്തില്ല. ജാതികളുടെ സംഖ്യ തികയോളം. ഈ ജാതികൾക്ക് ഭരിക്കാൻ ദൈവം ഒരു സമയവും കൊടുത്തു. യേശുവിൻ്റെ സ്വന്തം വാക്കുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ജാതികൾക്കൊരു കാലമുണ്ട്, ഇത് ജാതികളുടെ കാലമാണ്. ഞാൻ ജാതികൾക്ക് വേണ്ടി ചിതറിച്ചു കളഞ്ഞതാ, പക്ഷെ വീണ്ടെടുപ്പിൻ്റെ കാഹളം ധ്വനിച്ചുകൊണ്ടിരിക്കയാ, മടങ്ങി വരുവാനുള്ളവർ വന്നുകൊണ്ടിരിക്കയാ. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. നാളെ നമ്മൾ 2-3 കണ്ടീഷൻ പറഞ്ഞു. പക്ഷേ എനിക്ക് നാളെ 2 മണിക്ക് എയർപോർട്ടിൽ പോകണം. അതുകൊണ്ട് 2 മണിക്ക് ഇവിടുന്ന് പോകേണ്ടത് കൊണ്ട് ഇച്ചിരി നേരത്തെ നിർത്തും. അതിനകത്തെ തന്നെ ഒടുവിലത്തെ ഒരു 15-20 മിനിറ്റ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. ഡെങ്കു രോഗം ബാധിച്ചവരുടെ പ്രതിനിധികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കർച്ചീഫെങ്കിലും കൊണ്ടുപോവാ, ഞാനത് പ്രാർത്ഥിച്ചു തരാം. കൊണ്ടുപോയി ഡെങ്കു രോഗിയുടെ മേൽ ഇടാൻ. കാര്യം അതിൻ്റെ മേൽ ദൈവം എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്. 2, ക്യാൻസറിന് പ്രയോറിറ്റി കൊടുത്ത് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ക്യാൻസറിൻ്റെ മേൽ എനിക്കൊരു അതോറിറ്റി ഉണ്ടെന്നല്ല, എങ്കിലും പ്രാർത്ഥിക്കാറുണ്ട്. ആസ്മ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഡെങ്കുവിനും ക്യാൻസറിനും 1-2 സ്ഥാനങ്ങൾ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.